അല്ല, നിങ്ങളുടെ ആ ഫോട്ടോ പെർഫോമൻസ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സെൽഫായിട്ട് നിങ്ങൾ തന്നെ റെപ്രസെൻറ്റേഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഒറിജിനൽ അരയന്നത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു ചോദിച്ചു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ, പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലറിയാൻ പാടില്ല. ആ ഒരു ഇമേജിൽ നിങ്ങളാണ് ഫോട്ടോഗ്രാഫി ചെയ്തത്, പക്ഷെ വേറൊരാളാണ് അതിലിരുന്നത്. മയിലിൻ്റെ ഇമേജ് വരുന്ന ഇതിൽ ഒന്ന് പറയുമോ? സാർ ആദ്യം പറഞ്ഞ ഒറിജിനൽ എന്തുകൊണ്ട് വെച്ചില്ല എന്നുള്ളത്, എനിക്ക് അങ്ങനെ ഒറിജിനൽ വെക്കാൻ ഒന്നാമത് എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ അങ്ങനൊരു പൊസിഷനിൽ അത് ഏത് ടൈമാണ് നിൽക്കുക, ഒരു എനിമലല്ലേ, ഒരു പക്ഷിയല്ല. അപ്പോൾ അതിൻ്റെ ഇത് അങ്ങനെ നിൽക്കുക, ഞാൻ നിർബന്ധിച്ച് കഴുത്ത് പിടിച്ചിങ്ങനെ വെക്കേണ്ടി വരും. അല്ലാതെ അത് ആ രീതിയിലൊരു ഹഗ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ആ രീതിയിലൊരു വർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ ഫോട്ടോ എടുത്തത്. അല്ല, അതൊരിക്കൽ തന്നെ അതിപ്പോൾ നമ്മൾ നിങ്ങളുടെ നേച്ചർ ഫോട്ടോഗ്രാഫി മൈക്രോ ലെവലിലെ ഫോട്ടോഗ്രാഫിയിൽ അതൊന്ന് കമ്പയർ ചെയ്യുമോ രണ്ടും കൂടെ ഒന്ന്? ഒന്നാമത്തെ കേസ് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണെന്നുള്ള ആ സബ്ജക്റ്റ്. പിന്നെ ആ ഇന്നലെ കാണിച്ച സ്ലൈഡിൽ കാണിച്ച ഫോട്ടോസ് സാറ് പറഞ്ഞതിൻ്റെ ശേഷം എടുത്ത ഫോട്ടോയാണ്. നമ്മൾ ഡെയിലി പോയി നടന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലത്തെ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ട് എടുത്ത ഒരു ഫോട്ടോസാണ് മൈക്രോ എന്നുള്ളത്. അല്ലാതെ അത് മാത്രം എടുക്കുക അങ്ങനെയല്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറച്ച് ജീവികൾ, കുഞ്ഞു ഇതിൻ്റെ പ്രാണികളുടെ ഫോട്ടോസ് എടുത്തതേ ഉള്ളൂ. പിന്നെ റിഫ്ലക്ഷൻ വരുന്ന ഒരു ഫോട്ടോഗ്രാഫ്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഇമേജ് മനസ്സിലുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ ഇതാക്കണം എന്നുള്ള എന്താ പറയുക, ചെയ്തെടുക്കണം. നാച്ചുറൽ ഒബ്ജക്റ്റും നമ്മളൊരു മേക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റും ഒരു ഇമിറ്റേഷനും അതിൻ്റെ എന്താ പോസിബിലിറ്റി കാണുന്നതിനകത്ത്? അതല്ല, അത് താറാവിരിക്കുമോ അല്ലെങ്കിൽ ഈ ഡക്ക് അങ്ങനെ ഇരിക്കുമോ, അതൊരു ഇഷ്യൂ ആണ്. അതല്ല, അതിനൊക്കെ ഉപരിയായിട്ട് രണ്ട് സംഭവങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ കാണുന്നത് തന്നെ? ഞാനതൊരു ലേഡി ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാത്തയുടെയും ഇപ്പം ബേഡ്സിൽ തന്നെ മെയില് ഫീമെയിൽ കാറ്റഗറി ഉണ്ടാവും. അതിൽ ആ വാത്തയുടെ ചുണ്ട് എന്താ പറയുക, ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഫീമെയിലായിട്ടുള്ള വാത്തയുടെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല വൈറ്റ് കളറായിട്ട് അത് ഞാൻ തന്നെ ആ ഒരു ബേഡിൻ്റെ കൺസെപ്റ്റിലേക്ക് മാറ്റിയതാണ് ആ ഒരു ക്യാരക്ടറിനെ. അങ്ങനെ ആ രീതിയിൽ. അതുണ്ട്. അതും പിന്നെ ഈ റിലേഷൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം നല്ലൊരു അപകർഷതാബോധം അതിത്തരം സംസാരങ്ങളൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു ത്രെഡായിരിക്കും, പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മളെന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയത് എൻ്റെ കുറ്റം കൊണ്ടാണോ, അങ്ങനെയുള്ള കുറച്ച് തോന്നലുണ്ടായിരുന്നു. അപ്പം അവരങ്ങനെ ആയത് അപകർഷതാബോധം എന്താ പറഞ്ഞ നമുക്ക് ഓക്കെ ഓക്കെ അപകർഷതാബോധം എങ്ങനെയാ വാക്കിൽ അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയത് ഇപ്പോഴത്തെ ഇതിലോ? അല്ലെ, വർക്കിൽ അതെങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വേറൊരു ക്യാരക്ടറിനെ എനിക്ക് അവിടെ എനിക്ക് വർക്കിൽ മനസ്സിലായത്, ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? നോക്കാൻ വേണ്ടിട്ടാ. എനിക്ക് അങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. I think sit there.
ആരെങ്കിലും വായിക്കുമെന്ന്? ആ, apparatus. Terminological questions are important in philosophy. As a philosopher whom I have the greatest respect once said, terminology is the poetic moment of thought. That is. Terminological questions are important in philosophy. As a philosopher for whom I have the greatest respect once said, terminology is the poetic moment of thought. This is not to say that philosophers must always necessarily define their technical terms. Plato never defined idea, his most important term. Others like Spinoza and Leibniz preferred instead to define their terminology more geometrico. The hypothesis that I wish to propose is that world dispositive or apparatus in English is a decisive technical term in the strategy of Foucault's thought. He uses it quite often, especially from the mid-1970s when he began to concern himself with what he calls governmentality or the government of men, though he never offers a complete definition. He comes close to something like it an interview from 1977. What I am trying to single out with this term is... Next one. What I am trying to single out with this term is, first and foremost, a thoroughly heterogeneous set consisting of What I am trying to single out with this term is, first and foremost, a thoroughly heterogeneous set consisting of discourses, institutions, architectural forms, regulatory decisions, laws, administrative measures, scientific statements, philosophical, moral, and philanthropic propositions. In short, the said as much as the unsaid. Such are the elements of the apparatus. The apparatus itself is the network that can be established between these elements. By the term apparatus, I mean a kind of a formation, so to speak, that at a given historical moment has as its major function the response to an urgency. The apparatus therefore has a dominant strategic function. I said that the nature of an apparatus is essentially strategic, which means that we are speaking about a certain manipulation of relations of forces, of a rational... I said that the nature of an apparatus is essentially strategic, which means that we are speaking about a certain manipulation of relations of forces, of a rational and concrete intervention in the relations of forces, either so as to develop them in a particular direction or to block them, to stabilize them, and to utilize them. The apparatus is thus always inscribed into a play of power, but it is also always linked to certain limits of knowledge that arise from it and to an equal degree condition it. The apparatus is precisely this, a set of strategies of the relations of forces supporting and supported by certain types of knowledge. Let me briefly summarize 3 points. It is a heterogeneous set that includes virtually anything linguistic and non-linguistic under the same heading. Discourses, institutions, buildings, laws, police measures, philosophical propositions, and so on. The apparatus itself is the network that is established between these elements. B. The apparatus always has a concrete strategic function and is always located in a power relation. C. As such, it appears at the intersection of power relations and relations of knowledge. Next one. I would like... Is there any questions?
something here. Yeah? Nothing? Sure. 2. I would like now to try the trace and brief genealogy of this term. First in the work of Foucault, and then in a broader historical context. At the end of the 1960s, more or less at the time when he was writing the Archaeology of Knowledge, Foucault does not yet use the term apparatus in order to define the object of his research. Instead, he uses the term positivity and etymological എറ്റിമോളജി എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ റൂട്ട് എങ്ങനെയാണ് ഒരു വേർഡായി മാറുന്നത് അത് റൂട്ടാണ് എറ്റിമോളജിക്കൽ neighbor of dispositive. Again, without offering as a definition. I often as a definition. പക്ഷെ അതിന് ഡെഫിനിഷൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അത് ഇൻ്റർചേഞ്ചബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് മാർക്സ് ആരെ വായിച്ചാൽ നമുക്ക് ഉണ്ട്. അത് പലപ്പോഴും ചില ടൈമിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിനോണിം അറിയാമോ? സിനോണിം ആരും ഉപയോഗിച്ചിട്ടുണ്ട്, സിനോണിമസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. I often asked myself where Foucault found this term until the moment when a few months ago I read a book by Leon Hyppolite entitled Introduction a la Philosophy, the history of the Hegel. Introduction to the philosophical history of Hegel. Hegel is another philosopher. You probably know about the strong link that ties Foucault to Hyppolite. What is a person whom he referred to at the time as my master. Hyppolite was in fact his teacher. First during the NAG in the Lees Hen for the preparatory course for the École Normale Supérieure, and then in the École Normale. The third part of Hyppolite's book bears the title Raison et Histoire les idées de positivité. Reason and history, the ideas of positivity and destiny. Reason and history, the ideas of positivity and destiny. The focus here is on the analysis of two works that date from Hegel's years in Bern and Frankfurt, 1795 to 1996. The first is the spirit of Christianity and its destiny. And the second, where we find the term that interests us, the positivity of the Christian religion. Die positivate the Christian religion. According to Hyppolite, destiny and positivity are two key concepts in Hegel's thought. In particular, the term positivity finds the Hegel its proper place in the opposition between natural religion and positive religion. While natural religion is concerned with the immediate and general relation of human reason with the divine, positive or historical religion encompasses the set of beliefs, rules and rights that in a certain society and at the certain historical moment are extremely imposed on individuals. Externally imposed on individuals. The natural religion and a positivist religion. രണ്ട് രീതിയിലാണ് റിലിജിയൻ വരുന്നത്. നാച്ചുറൽ റിലിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ്സോ നമ്മൾ അങ്ങനെ പോകാം. പക്ഷേ പോസിറ്റീവ് അതാണ് ആ വേർഡ് അൺപാക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത വായിക്കും. Positive religion.
പേജ് നമ്പർ പറഞ്ഞോ. A positive religion, Hegel writes in the passage Cited by cited by Hippolyte, implies feelings that are more or less impressed through constraint on souls. Constraints on souls. There are actions that are the effects of command and the result obedience and are accomplished without direct intent. Without direct interest. Hippolyte shows us how the opposition between nature and positivity corresponds in this sense to the delegates Hippolyte shows how the opposition between nature and positivity corresponds in this sense to the dialectics of freedom and obligation as well as of reason and history. Go ahead. in a passage that could not have failed to provoke Foucault's curiosity because it in a way presages to the notion of apparatus. Presages the notion of apparatus. Hippolyte writes. We see here he is the note Give of the next one. We see here the note of questions implicit in the concept of positivity, as well as Hegel's successive attempts to bring together dialectically a dialectics that is not yet conscious of itself, pure reason, theoretical and above all practical, and positivity that is the historical element. In a certain sense, Hegel considers positivity as an obstacle to the freedom of man, and as such it is condemned. To investigate the positive elements of a religion, and we might add of a social state, means to discover in them that which is imposed through a constraint on man, that which obfuscates the purity of reason, but in another sense, and this is the aspect that ends up having the upper hand in the course of... Slow. To investigate the positive elements of a religion, and we might add of a social state, means to discover in them that which is imposed through a constraint on man, that which obfuscate the purity of reason. But in another sense, and this is the aspect that ends up having the upper hand in the course of Hegel's development. Positivity must be reconciled with the reason, which then loses its abstract character and adapts to the concrete richness of life. We see then why the concept of positivity is at the center of Hegelian perspectives. If positivity is the name that, according to Hippolyte, the young Hegel gives to the historical element, loaded as it is with the rules, rights, and institutions that are imposed on the individual by an external power, but that becomes, so to speak, internalized in the system of beliefs and feelings. Then Foucault, by borrowing this term, later become apparatus, takes a position with respect to a decisive problem, which in actually also his own problem. The relation between individuals as living beings and historical elements. രണ്ട് കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ നമ്മൾ പലവട്ടം പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഇൻഡിവിജ്വൽസും ലിവിങ് ബീയിങ്സും അത് ഒരു സംഭവം. നമ്മൾ അതേസമയം തന്നെ ഹിസ്റ്റോറിക്കൽ എലമെൻസുമാണ്. കണ്ടിന്യൂ. അതാണോ ഡിസിസീവ് പ്രോബ്ലം? ഡിസിസീവ് പ്രോബ്ലം എന്ന് പറയുന്നത് അതാണോ? യെസ്. By the historical element, I mean that the set of institutions of processes of subjectification and of rules in which power relations became concrete. Foucault's ultimate aim is not then, as in Hegel, the reconciliation of the two elements. It is not even to emphasize their conflict. For Foucault,
For Foucault, what is at stake is rather the investigation of concrete modes in which the positivities or the apparatuses act within the relations, mechanisms, and play of power. Yeah, third part, please. It should now be clear in what sense I have advanced the hypothesis that apparatus is an essential technical term in Foucault thoughts. What is at stake here is not a particular term that refers only to this or that technology of power. It is a general term that has the same breadth as the term positivity had, according to Hippolyte, for the young Hegel. Within Foucault's strategy, it comes to occupy the place of one of those terms that the defines critically as the universal, universex. Foucault's, as you know, always refused to deal with the general categories or mental constructs that he calls the universals, such as the state's sovereignty, law, and power. But this is not to say that there are no operative concepts with a general character in this thought. Apparatus are, in point of fact, what take the place of the universal in the Foucauldian strategy. Not simply this is this or that police measure, this or that technology of power, and not even the generally obtained by their abstraction. Instead, as he claimed in the interview from 1977, an apparatus is the network that can be established between these elements. If we now try to examine the definition of apparatus that can be found in common French dictionaries, we see that they distinguish between three meanings of the term. Three meanings of the term. A strictly judicial sense. Apparatus is the part of a judgment that contains the decision separate from the opinion. That is, the decision, the opinion. That is the section of a sentence that decides or the enacting clause of a law. B, A technological a technological meaning. The way in which the parts of a machine or of a mechanism and by extension the mechanism itself are arranged. C, a military use. The set of means arranged in conformity with a plan.
ഡെലിബറേഷൻസ് ഉണ്ടാകും, അതിന് പലതരത്തിലുള്ള സംഭവങ്ങൾ, ഒരുപാട് വാദങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ആ ആ ആ ഡെസിഷനാണ്, ആ ഒരു ഇനാക്ടിങ് ഓഫ് ലോ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മീനിങ് ഉണ്ട്, ഒരു യൂറിഡിക്കൽ മീനിങ് ഉണ്ട്, ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ അകത്തുള്ളൊരു മീനിങ് ഉണ്ട്. അടുത്തൊരു ടെക്നോളജിക്കൽ മീനിങ് ആണ്. എന്താണ് മീനിങ്? എന്താ? ദ വേ ഇൻ വിച്ച് the parts of a machine or a mechanism, and by extension the mechanism itself are arranged. An arrangement ആണ് അതിനെ എങ്ങനെയാണ് ഒരു മെക്കാനിസത്തെ നമ്മൾ ടെറിട്ടോറിയലിസ്റ്റ് എങ്ങനെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ എന്താണ് അതിൻ്റെ റേഞ്ച്, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ലോകത്തെ. അപ്പോൾ ടെക്നോളജിക്ക് അതിനകത്തുള്ള എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇത്. പിന്നെ ഒരു മിലിറ്ററി യൂസ് ഉണ്ട്. മിലിറ്ററി യൂസ് എന്താ എന്ന് പറഞ്ഞേ? സെറ്റ് ഓഫ് മീൻസ് അറേഞ്ച്ഡ് ഇൻ മീൻസ് എന്ന് പറയുന്നത് എന്താ? മീൻസ് പറയും. മീൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷനും മോഡ്സ് ഓഫ് പ്രൊഡക്ഷനും പറയില്ല നമ്മൾ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വായിച്ചിട്ടുണ്ടോ? അതൊന്ന് കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലേബർ ഉണ്ട്, നമുക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ലേബറും വരുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ടൂൾസ് ഉണ്ട്, ആ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ലേബർ ചെയ്തിട്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻസിൻ്റെ പുറത്താണ്. അതാണ് കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മീൻസാണ്. സെറ്റ് ഓഫ് മീൻസ് അറേഞ്ച്ഡ് in conformity with a plan. അതെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിനൊരു പ്ലാനിന് അനുസൃതമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ടെറിട്ടറിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. 3 മീനിങ് ആണ്. ഒന്ന് ജൂറിഡിക്കൽ മീനിങ് ആണ്, 2 എന്താണ് ടെക്നോളജിക്കൽ മീനിങ് ആണ്, 3 മിലിറ്ററി മീനിങ്. അതുകൂടെ നെക്സ്റ്റിലേക്ക് പോകും. To some extent, the 3 definitions are all present in Foucault, but dictionaries, in particular those that lack a historical, etymological character, divide and separate this term into a variety of meaning. This fragmentation nevertheless generally corresponds to the historical development and articulation of a unique original meaning that we should not lose sight of. What is this original meaning for the term apparatus? The term certainly refers in its common Foucauldian use to a set of practice and mechanics. Where is it? Other page? To some extent, the 3 definitions are all present in Foucault, but dictionaries, in particular, those that lack a historical etymological character, divide and separate this term into a variety of meanings.
This fragmentation nevertheless generally corresponds to the historical development and articulation of a unique original meaning that we should not lose sight of. Lost sight of. What is the original meaning of the term apparatus? The term certainly refers in its common Foucauldian use to a set of practices and mechanisms, both linguistics and non-linguistic, juridical, technical, military, and so on and so forth, that aim to face an urgent need and to obtain an effect that is more or less immediate. The term certainly refers in its common Foucauldian use to a set of practices and mechanisms, both linguistics, non-linguistic, juridical, technical, and military, that aim to face an urgent need and to obtain an effect that is more or less immediate. But what is the strategy of practices of thought? But what is the strategy of practices or of thought? What is the historical context from which the modern term originates? നമ്മളിപ്പോൾ ആ ടേമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഈ വേർഡിനെ അണ്ടർസ്റ്റാൻഡ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇതിലത് ഹെഗലിനെ പറയുന്നുണ്ട്, ഹൈപ്പലൈറ്ററിനെ പറയുന്നുണ്ട്, ഫൂക്കോനെ പറയുന്നുണ്ട്, ഡിസ്പോസിറ്റീവ്, ഇവിടെ പോസിറ്റിവിറ്റി, ഡിസ്പോസിറ്റീവ്. ഇത് എങ്ങനെയാണ് ഈ ടേം, അതിൻ്റെ ഡിക്ഷണറി ഡെഫിനേഷൻ പറഞ്ഞാൽ അത് പലപ്പോഴും കാറ്റഗറൈസ്ഡ് ഡെഫിനേഷനാണ്, 3 ഡെഫിനേഷൻ പറയും. പക്ഷേ ഫുക്കോ യൂസ് ചെയ്യുമ്പോൾ അതിന് ഈ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ്ങിലല്ല പുള്ളി അതിനെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷണൽ മീനിങ്ങിലാണ് പുള്ളി അതിനെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ 4ാമത്തെ സെക്ഷൻ. നിങ്ങൾ ടയർഡായാലും മൊത്തം വായിക്കും നമ്മൾ ഇവിടെ നിന്നിട്ട്. ജസ്റ്റ് വായിച്ചാദ്യം പോകാം, പിന്നെ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, എത്ര എനർജി നോക്കാം, എത്ര റെസിലിയൻസ് ഉണ്ട് നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. Over the past 3 years, I have found myself increasingly involved in an investigation that is only now beginning to come to its end. One that I roughly define as a theological genealogy of economy. Theological genealogy, അംശാവലി, ഒരു തിയോളജിക്കലായിട്ടുള്ള, തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു എക്കണോമിയുടെ തിയോളജിക്കലായിട്ടുള്ള ഒരു വംശാവലിയെ ഞാൻ നോക്കിക്കാണുകയാണ്. In the first centuries of church history, let's say between the second and എന്നുവെച്ചാൽ ക്രിസ്ത്യാനിറ്റി ഒരു ഒഫീഷ്യൽ റിലീജിയൻ അതിന് മുമ്പുള്ളത്, ആ ഒരു പീരീഡാണ്. അതൊരു പ്രാക്ടീസായിട്ട് ചെയ്യുന്ന സമയമാണ്. അത് ആളുകൾ ഫോളോ ചെയ്യുന്ന, പക്ഷെ അതൊരു ഒഫീഷ്യൽ റിലീജിയനായിട്ടില്ല. I can roughly define as a theological genealogy of economy in the first centuries of church history, let's say between the 2nd and 6th centuries. നമ്മൾ ഓർക്കണ്ട, നമ്മൾ ബൈസാന്തൈനൊക്കെ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ബൈസാന്തൈൻ, അത് അപ്പോഴാണത് എമർജ് ചെയ്യുന്നത്. റോമനിൽ നിന്നിട്ട് നമ്മൾ ബൈസാന്തൈൻ എന്ന് പറയുന്നത് എമർജ് ചെയ്യുന്നത് ആ ഒരു പീരീഡാണ്, അതിൻ്റെ ഒരു ഗ്യാപ്പാണ്. The Greek term oikonomia develops a decisive technological function. Theological function. In Greek, oikonomia signifies the administration of the oikos, the home, and more generally, management. Clear? We are dealing here, as Aristotle says, not with an epistemic paradigm, but with a praxis, with a practical activity that must face a problem and a particular situation each and every time. When then did the fathers of the church feel the need to introduce this term into theological discourse? How did they come to speak about divine economy? എക്കണോമിയ ഹോം മാനേജ്മെൻറ്റ് ഇറങ്ങിയിട്ട് എങ്ങനെയാണൊരു ഈ നമ്മൾ എക്കണോമി എന്ന് പറയുന്ന വേർഡ് വരുന്നത്
ആ വേർഡിൽ നിന്ന് വരുന്നത്. എങ്ങനെയാണ് ഹോം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന എങ്ങനെയാണ് നമ്മൾ ഒരു ഹോമിനെ മാനേജ് ചെയ്യുന്ന എക്കണോമി വരുന്നത്, അത് ഒരു ഡിവൈൻ എക്കണോമിയിലേക്ക് ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. എനിക്ക് വായിച്ചോളൂ, ആരെങ്കിലും വായിച്ചോളൂ. വാട്ട് ഈസ് ദ ഇഷ്യൂ ഹിയർ? ടു ബി പ്രിസൈസ്, it's an extremely delicate and vital problem, perhaps the decisive question in the history of Christian theology, the Trinity. The Trinity, when the fathers of the church began to argue during the 2nd century about the threefold nature of the divine figure, the Father, the Son, and the Holy Spirit. There was, as one can imagine, a powerful resistance from reasonable minded people in the church who were horrified at the prospects of reintroducing polytheism. മൾട്ടിപ്പിൾ ഗോഡ്, ഒറ്റ ഗോഡല്ല. നമ്മളെ ഹിന്ദുസ് പോളിത്തീസമാണ്. ഒരുപാട് ഗോഡ്സ് ഉണ്ട് നമുക്ക്, 30 കോടി ദൈവങ്ങളൊക്കെ നമ്മൾ പറയുന്ന അത്രയും ഒരു പോളിത്തീസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഐക്കൺ വർഷിപ്പാണ്. ഒരുപാട് ഇമേജുകളുടെ ഒരു ഇൻഫ്ലക്സ് ആണ് പോളിത്തീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻട്രോഡ്യൂസിങ് പോളിത്തീസം ആൻഡ് പാഗനിസം. പാഗനിസം അതുപോലെ തന്നെ ഇപ്പോൾ റോമൻ ബിലീഫ് പാഗനിസ്റ്റ് ബിലീഫാണ്, ഹെഡനിസ്റ്റിക് ബിലീഫാണ്, പാഗനിസമാണ്. അപ്പോൾ പാഗൻ റിലീജിയൻ നമ്മൾ പറയും. ഇപ്പോൾ കൊളോണിയലിസ്റ്റ് ഒക്കെ പറയുമ്പോൾ ഹിന്ദുയിസം പാഗനിസമാണ്, ഹെഡനിസ്റ്റിക് ആണ്. അതിൽ നമ്മൾ അത് ഈ അസറ്റിക് അല്ല, പ്ലഷറാണ്, ഹെഡനിസ്റ്റിക് ആയിട്ടുള്ള റിലീജിയാണ്. ഇപ്പോൾ നിഷ്ഠയൊക്കെ പിന്നെ പറയുന്നത് ഹെഡനിസമാണ് അതിൽ വരുന്നത്. അത് അസറ്റിക് പ്രാക്ടീസിൻ്റെ ഉറപ്പുള്ളത് തന്നെ, പക്ഷെ നമ്മളൊരു ജനറലായിട്ടുള്ള പ്രാക്ടീസിൽ വരുന്നത് ഒരു ഹെഡനിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഓക്കെ, continue. Polytheism and paganism to the Christian faith. In order to convince those stubborn adversary who were later called the monarchians, that is promoters of the government of a single God. Theologians such as Tertullian, Irenaeus, Hippolytus, and many others could not find a better term to serve their need than the Greek oikonomia. Yeah. Continue. Their argument went something like this: God, insofar as His being and substance concerned, is certainly one. But as to his oikonomia, that is to say, the way in which he administers. Administer is a very important term. God is a abstract singular concept, but how he administers his home. ദൈവത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ലോകമാണ്. അതിനെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യും? Okay. His home, his life, and the world that he created. He ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാം അത് ഈ ഒരേ സമയം വായിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യിക്കുന്നതാണ്. God insofar as his being and substance is concerned is certainly one, but as to his oikonomia, ഗോഡ് അബ്സ്ട്രാക്റ്റ് ആണ്, വൺ ആണ്, അൺഡിഫൈനബിൾ ആണ്, അബ്സൊല്യൂട്ട് ആണ്. അതായിരിക്കെ തന്നെ എക്കണോമിയലി, ദാറ്റ് ഈസ് ടു സേ ദ വേ ഇൻ വിച്ച് ഹി അഡ്മിനിസ്ട്രേറ്റ്സ് ഹിസ് ഹോം, ഹിസ് ലൈഫ് ആൻഡ് ദ വേൾഡ് ദാറ്റ് ഹി ക്രിയേറ്റഡ്. ഹി ഈസ് റാദർ ട്രിപ്പിൾ, ട്രിയാങ്കുലേഷൻ, ഫാദർ, സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് എ ഗുഡ് ഫാദർ can entrust to his son the execution of a certain functions and duties without
in so doing losing his power and his unity. So God entrusts to Christ the economy, the administration and government of human history. ഇത് അപ്പോൾ ഈ ആ ഒരു ഈ എക്കണോമിയെ വരുന്ന വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിനും ജെൻഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിട്ടുപോകരുത്. ഗോഡ് എൻട്രസ്റ്റ് ടു ക്രൈസ്റ്റ് ദ എക്കണോമി, ദ എക്കണോമിയ, ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അപ്പോൾ ചർച്ചും ഓർഗനൈസ്ഡ് റിലീജിയൻ, പോസിറ്റീവ് റിലീജിയനും നാച്ചുറൽ റിലീജിയനും തമ്മിൽ ഡിഫറൻസാണ്. എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അത് ചർച്ച നമ്മൾ പറയുന്നത് ചർച്ചിൽ പറയുന്നതുകൊണ്ടാണ്. നമ്മുടെ കോണ്ടക്സ്റ്റിലെ ചർച്ച അല്ല നമ്മൾ പറയുന്നത്, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്ന ഒരു സാധനം. അതിൻ്റെ അപ്പോൾ ഒരു പുതിയൊരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫിഗറാണ് അത് കൊണ്ടുവരുന്നത്. എക്കണോമി കൊണ്ടുവരുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഒരു മാനേജീരിയൽ ഫിഗറാണ്. എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുക, ഗവേൺ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ആ ഒരു ഫിഗറാണ്. അപ്പോൾ എക്കണോമി therefore become a specialized term signifying in particular the incarnation of the Son together with the economy of redemption and salvation. This is the reason why in Gnostic sects Christ is called the man of economy, the anthropos the economia. അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ മാൻ ഓഫ് എക്കണോമിയാണ്. എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നുള്ളതാണ്, എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ അവർ വന്നില്ലേ, ഇവിടെ അല്ല നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. മറ്റേ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരില്ലെന്ന്. ഓക്കെ. The theologians slowly got accustomed to distinguishing between a discourse or logos of theology and a logos of economy. Economia became thereafter an apparatus through which the Trinitarian dogma and the idea of a divine providential governance of the world were introduced into the Christian faith. അപ്പോൾ നമ്മളതിനെ ഈ അപ്പാരറ്റസിന് അതിൻ്റെ ഒരു ഈ അടുത്ത ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരഗ്രാഫാണ്. ഒന്ന് വായിക്കുവാരെങ്കിലും. But as often happen, the fracture that the theologians had sought to avoid by removing it from the plan of God's being, reappeared in the form of a caesura that separated in him being and action, ontology and praxis. Ontology എന്താ? പറയേ. ഓണ്ടോളജി എന്താ? എന്താ ട്രാൻസ്ലേഷനല്ല, അർത്ഥമായിരുന്നു. ട്രാൻസ്ലേഷനല്ല, അവരല്ല. കിട്ടിയോ? സെർച്ച് ചെയ്തോ അപ്പോൾ തന്നെ? എല്ലാവരും പറയും ഓണ്ടോളജി. നമ്മുടെ ഓണ്ടോളജി, ഓണ്ടിക് ആൻഡ് പ്രാക്സിസ്. എന്തുപറ്റി? ആക്ഷൻ. Economy, but also in politics, has no foundation in being. This is the schizophrenia that the theological doctrines of economia left as its legacy to Western culture. Schizophrenia.
എന്താണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചിത്തഭ്രമല്ല സ്കീസോഫ്രീൻ. ചിത്തഭ്രമം. സ്കിസോഫ്രീനിയ അങ്ങനെ ആ വീടിൻ്റെ എക്സിസ്റ്റൻസ് ഓഫ് നോട്ട് ഇല്ലാത്തത് കാണുന്ന ഒരു കൈൻഡ് ഓഫ് പാർട്ടുകൾ. ഫാന്റസ്മോഗോറിയ നമ്മൾ പറഞ്ഞല്ലോ, അതില്ലാതെ കാണുന്നതാണല്ലോ നമ്മൾ. സോ വേൾഡ് ഇസ് ഇൻ എ സ്കീസോഫ്രീനിക് കൾച്ചർ. എന്താ സ്കിസോഫ്രീനിയ എന്താ? ക്യാറ്റ് ആൻഡ് സ്കിസോഫ്രീനിയ അങ്ങനെ പറഞ്ഞില്ലേ? എന്താണ് ചിത്തഭ്രമം? അത് സ്റ്റഡീസ് പറയുന്ന ഇപ്പം അതിൻ്റെ ടോക്സോപ്ലാസ്മി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ക്യാറ്റ്സിൻ്റെ യൂറിൻ ഇൻക്രീസ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ട് കേട്ടിട്ടുണ്ട്. എഗ്രി ചെയ്യുന്നുണ്ടോ? ഒബ്സഷൻ ഓഫ് കാറ്റ്സ് ആ ഒരു അങ്ങനെയും പറയുന്നുണ്ട്. അപ്പം അല്ല, ക്യാറ്റ്സ് മാത്രമല്ലല്ലോ, ഇപ്പോൾ സ്കിസോഫ്രീനിക്ക് അങ്ങനെ ഡയറക്റ്റ് ലിങ്ക് ഒന്നുമില്ല. അത് അങ്ങനെ ഉണ്ടോ? ആ മെഡിക്കൽ ഗ്രൗണ്ട് ഇല്ല, പക്ഷെ അതിന്റെ ബാക്ടീരിയാസ് മാത്രം ഇൻക്രീസ് ദ റിസ്ക് ഫാക്ടേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്കിസോഫ്രീനിയ പറയുന്നത് ഒരു ബയോളജിക്കൽ കണ്ടീഷൻ ആണോ ഒരു സോഷ്യൽ കണ്ടീഷൻ ആണോ? ഡിസീസ് നമ്മളൊരു ഇൽനെസ് എന്ന് പറയുന്നതും ഒരു സാധനത്തെ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണല്ലോ. ഇപ്പോൾ മാഡ്നെസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് വെച്ചാൽ അത് പലപ്പോഴും ചന്ദ്ര ഉദയം ഈ വെളുത്തവാവിനെ ഒരാൾക്ക് ഭ്രാന്ത് വരും, ഭ്രാന്ത് പറയണ്ട, മതിഭ്രമം വരും. അത് നമ്മൾ ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും തന്നെ നമ്മൾ അതൊരു ഇൽനെസ് ആയിട്ടല്ല. പലപ്പോഴും മാഡ്മാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താ നമ്മൾ കണ്ടിരുന്നത് വെച്ചാൽ അവരാണ് റിവലേഷണറി പൊട്ടൻഷ്യലുള്ള ആൾക്കാർ. അവർ പലപ്പോഴും ഇപ്പോൾ ഒരു ഷാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ട്രാൻസെൻഡ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള കണ്ടീഷനെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള ശേഷിയുള്ള വേറെ തരത്തിലുള്ള സംഭവങ്ങളെ റിസപ്ഷനുള്ള ഒരാളെന്ന രീതിയിലാണ്. അപ്പോൾ അത് മഡ്മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു നമ്മളിപ്പോൾ പറയുന്ന സ്കിസോഫ്രീനിയ എന്ന് അല്ലെങ്കിൽ പറയുന്നതിൻ്റെ അതൊരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഒരു സാധനമാണ്. ഇപ്പോൾ അത് ഗിൽ ദെല്യൂസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ഒരു വർക്കുണ്ട് അതിനെക്കുറിച്ച്. അതിൽ ഭയങ്കര ക്യാപിറ്റലിസം ആൻഡ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര അത് വായിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു വർക്കാണ്. അതിൽ ഭയങ്കര എഴുത്ത് തന്നെ മതിഭ്രമം എന്ന് പറയാൻ വേണമെങ്കിൽ സ്കിസോഫ്രീനിക്കാണ്. ഈ സൈക്കോ അനാലിസിസിനെതിരായിട്ടുള്ള ഒരു വർക്കാണ്. ഒരു സ്കീസോ അനാലിസിസ് എന്നാണ് പുള്ളിനെ പിന്നീട് ഗുത്താരിയാണ് കുറേ കൂടെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. എങ്കിലും അവർ എഴുതിയൊരു ബുക്കാണ് ക്യാപിറ്റലിസം ആൻഡ് സ്കിസോഫ്രീനിയ. പക്ഷെ അത് ഒരു എന്താ പറയുക ഒരു ഫിക്ഷൻ പോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതിൽ ഇത് ഇമേജറി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയറ്റിക് ഇമേജറിയാണ്. അത് അപ്പോൾ ഈ നമ്മൾ ഇതിനെങ്ങനെയാണ് ആ ഒരു ജൈവാവസ്ഥയെ ജീവിതാവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രത്യേക രീതിയിലുള്ള ഒരു എങ്ങനെയാണ് അതിനെ നമ്മൾ മെഡിക്കലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞില്ലേ അതിൻ്റെ ഒറിജിൻ വരുന്നത് അത് ചിലപ്പോൾ ബാക്ടീരിയ കൊണ്ടാകും. ഇതെല്ലാത്തിൻ്റെ ഒരു ലോജിക്ക് എന്താണ് എന്ന് വെച്ചാൽ
അതൊരു എന്തോ നമ്മളുടെ ബോഡിയെ വേറൊരു ഇതിൽ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒന്നിനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അല്ലാതെ അതൊരു വേറൊരു തരത്തിലുള്ള ഒരു ജൈവാവസ്ഥയായിട്ടല്ല നമ്മൾ കാണുന്നത്. അതിന് ഇപ്പോൾ അതേ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ പോലും ഇത് പറയുന്നത് അത് വേറൊതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് നമ്മളിൽ ആവേശിച്ചിരിക്കുകയാണ്. വേറൊതിൽ പറഞ്ഞാൽ ബാക്ടീരിയയിൽ അത് നമ്മൾ പറയുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാക്ടീരിയ ക്യാറ്റിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ നമ്മളിൽ അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വേറൊരു ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്കൽ പ്രോസസ്സാണ്, ഒരു മാനേജീരിയൽ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ ഇൽനെസ് ആക്കുമ്പോൾ അത് ഒരു അവസ്ഥയെ ഒരു മാനേജീരിയൽ ക്വസ്റ്റ്യനായിട്ട് ചുരുക്കുകയാണ്. എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ മാനേജ് ചെയ്യാനുള്ള മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ് ചെയ്യുന്ന ഇൻഫെക്റ്റഡ് ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്യുക. അങ്ങനെയാണ് അസൈലം ഉണ്ടാവുന്നത്, ജയിലുണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പറയും കുട്ടികളിൽ പൂച്ചകളോട് കളിക്കരുത്, ഇങ്ങനൊരു സാധ്യതയുണ്ട്. കുട്ടികൾ ചെളിയിൽ കളിക്കരുത്, ആ ചെളിയിൽ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡി തന്നെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്? അതൊരു ഒരിക്കലും ഒരു നാച്ചുറൽ ബോഡിയല്ല. ഇപ്പോൾ ഇതേ ഡിസ്കോഴ്സ് ഇതേ അപ്പാരറ്റസ് തന്നെ പറയും പിള്ളേരെ ചെളിയിലേക്ക് കളച്ച് വളരണം, എങ്കിൽ മാത്രമേ അവരുടെ റെസിസ്റ്റൻസ് പവർ ഇൻക്രീസ് ചെയ്യുള്ളൂ. നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ മണ്ണിൽ തൊടാതൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ സാധ്യതകളെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ബോഡി പലതരത്തിലുള്ള എൻഗേജ്മെൻറ്റിലുള്ള പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനിൽ പലതരത്തിലുള്ള ഇപ്പോൾ അത് നമ്മൾ ബാക്ടീരിയയോടും വൈറസിനോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ബോഡി വരുന്നത്. പക്ഷെ അതിനെ അപ്പോൾ ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞില്ലേ ഈ നമ്മളുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ആവാസ വ്യവസ്ഥകൾ, അത് പാരസൈറ്റായിട്ടാകാം അല്ലെങ്കിൽ എഫിലൈറ്റായിട്ടാകാം. എന്നുവെച്ചാൽ അത് നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പറയുന്നതല്ല, നമ്മളുടെ ബോഡിയിൽ ഒരുപാട് സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ കാണുന്ന അതിൻ്റെ ഒരു എക്കണോമി ഉണ്ട് നമുക്ക്. നമ്മൾ എങ്ങനെ അതിനെ നമ്മളുടെ ബോഡിയെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ നമ്മളത് അതിൻ്റെ ആലോചിക്കേണ്ടെന്നും അത് ഇപ്പോൾ ആർത്തി പറഞ്ഞല്ലേ ഞാൻ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ സയൻറ്റിഫിക് നോളജിൻ്റെയൊക്കെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറേ കൂടെ ആഴത്തിൽ കാണേണ്ടതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് നോളജിൻ്റെയൊക്കെ ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു സംഭവത്തിൽ ഇത് വേൾഡിനെയും നമ്മളെയും വിഘടിപ്പിക്കുന്ന ഒരു ലോജിക്കാണ്. അത് എക്സ്പ്ലനേറ്ററി ലോജിക്കാണ്, മാനേജറിയൽ ലോജിക്കാണ്. അപ്പോൾ ആ ഒരു ലോജിക്കിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് അത് വേണ്ടെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അത് ശരിയാണ് തെറ്റാണെന്നല്ല, ജഡ്ജ്മെൻ്റൽ പ്രോബ്ലം അല്ല. പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിന്താഘടനയുണ്ട് നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ പറയുന്നത് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ചിന്താഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെഗ്രഗേറ്ററി കാറ്റഗറൈസിങ് അങ്ങനത്തെ ഒരു പദ്ധതിയാണ്. അത് റിലേഷണൽ അല്ല, അത് ഇൻ്റഗ്രേറ്റീവ് അല്ല, അത് ഇമ്മേഴ്സീവ് അല്ല. അതിൻ്റെ ചിന്താപദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ്. അത് ആ ഒരു ലോജിക്കിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു മാനേജറിയൽ ക്വസ്റ്റ്യനായിട്ട് മാറും. അത് എങ്ങനെയാണ് നമ്മൾ പലതരത്തിലുള്ള മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത് ഒരു മാനേജറിയൽ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് മാറും. അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? മാനേജറിയൽ ക്വസ്റ്റ്യൻ ഇംപ്ലിക്കേഷൻ വെച്ചാൽ നമ്മളെങ്ങനെ വ്യവസ്ഥക്കനുസൃതമായിട്ട് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യും, വ്യവസ്ഥക്കനുസൃതമായ വ്യവസ്ഥയുടെ മൂല്യങ്ങൾക്കനുസൃതമായിട്ട് വ്യവസ്ഥ പറയുന്ന ഒരു
ഒരു സ്ട്രക്ചറിന് അനുസൃതമായ രീതിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും. അങ്ങനെ ബിഹേവ് ചെയ്ത ആൾക്കാരെ അവർ മിസ്ബിഹേവിയർ ചെയ്യുന്നു, അവർ അല്ലെങ്കിൽ അവർ ഒന്നെങ്കിൽ അത് ക്രിമിനൽ ആക്ടായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ പറയണമെന്നുണ്ടെങ്കിൽ അവർ മാഡ്നെസ്സോ ഇൽനെസ്സോ മെൻ്റൽ ഇൽനെസ്സോ അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഇൽനെസ്സിനെ ഇപ്പോൾ എല്ലാ ഇൽനെസ്സും അതിപ്പോൾ ഒരു ബാക്ടീരിയ ഇപ്പോൾ പാൻഡമിക് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇൽനെസ്സിന് നമ്മൾ അതിനേക്കാളും ബ്രോഡറായിട്ടുള്ള ഫ്രെയിം വർക്കിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എസ്സേയുടെ ഇപ്പോൾ അകമ്പനൊക്കെ പറയുന്ന എസ്സേയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവിച്ചാൽ എങ്ങനെയാണ് പാൻഡമിക് എന്ന് പറയുന്നൊരു എക്സെപ്ഷനാണ് അത് അങ്ങനെ സംഭവിച്ചു. അതിനെങ്ങനെയാണ് നമ്മൾ പറയണോ? പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ പാൻഡമിക് പോലുള്ള സംഭവങ്ങളുടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റൽ ലോജിക്കാണ്. പാൻഡമിക് എങ്ങനെയാണ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്യുക, എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു എക്സെപ്ഷണൽ സംഭവം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും അത് റദ്ദ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പലതരത്തിലുള്ള ജീവിത വൈവിധ്യങ്ങളെ റദ്ദ് ചെയ്ത് കൊണ്ടിട്ട് അതൊരു പ്രത്യേക തരത്തിലുള്ള ലൈഫിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അതൊരു ഗവൺമെൻറ്റൽ ലോജിക്കാണ്. ഇപ്പോൾ പാൻഡമിക് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റൽ ലോജിക്കാണ്. അത് എങ്ങനെയാണ് അതിനെ ഗവേൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ എക്കണോമി എന്താണ്, അതിനെങ്ങനെയാണ് നമുക്ക് അതിനെ ഗവേൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിൻ്റെ എപ്പോഴും ഈ മോഡേൺ എപ്പിസ്റ്റമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സെഗ്രിഗേഷനാണ്. എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ നമ്മൾക്ക് മറ്റൊന്നാക്കിയിട്ട് അത് അസ്പർശ്യമാക്കി മാറ്റുക, അതിനെ അപ്പോൾ ഈ ഒരു ലോജിക്കാണ് ഈ മാനേജറിയൽ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് ലോകത്തെ ഒരു സിസ്റ്റത്തിന് അനുസൃതമായ രീതിയിൽ, അത് റിലീജിയൻ ആകാം, അല്ലെങ്കിൽ മോഡേൺ കോണ്ടെക്സ്റ്റിൽ സെക്യുലർ സ്റ്റേറ്റ് ആകാം, അത് എന്താണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് നമ്മൾക്കതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജീരിയൽ ക്വസ്റ്റ്യനാണ്, ഒരു ബയോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മളെങ്ങനെയാണ് ലൈഫിനെ മാനേജ് ചെയ്യുക, ലൈഫിനെ. അപ്പോൾ ഈ പറയുന്ന ഈ ഇൽനെസ്, മെഡിസിൻ, ഇതൊക്കെ വളരെ നമ്മളെല്ലാം മെഡിസിൻ കഴിക്കും. അത് മെഡിസിൻ മോശമാണെന്നോ മെഡിസിൻ അതല്ല. പക്ഷേ ആ ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെങ്ങനെയാണ് നമ്മൾ രോഗാതുരമായി ആകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു എക്കണോമിയുടെ നെസസിറ്റി ആയിട്ട് മാറുക. നമുക്ക് രോഗം വരാതിരിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല രോഗം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും എന്നൊരിതിലേക്കാണ് ഇത് മാറുന്നത്. അത് വേണോ വേണ്ടത് പ്രശ്നമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതെങ്ങനെയാണ് അത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളുടെ ചിന്താ പദ്ധതിയിലും നമ്മളെങ്ങനെയാണ് കറണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലും എങ്ങനെയാണത് ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിന്യസിക്കപ്പെട്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കേണ്ടൊരു വളരെ കാരണം എങ്കിൽ മാത്രമേ നമ്മളെങ്ങനെയാണ് അഡ്മിനിസ്ട്രേഡ് ആയിട്ട് മാറുന്നത്, നമ്മളെങ്ങനെയാണ് ഈ അപ്പാരറ്റസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു ഉദാഹരണം, ഈ അകമ്പൻ്റെ തന്നെ ഈ മൊബൈൽ ഫോണോടുള്ള നിങ്ങൾ വായിച്ചിരുന്നില്ലേ ടെക്സ്റ്റ്? ഞാനതിപ്പോൾ മൊത്തം വായിക്കാനുള്ള സമയം കൊണ്ട് മാത്രം ചടിക്കറി പറയുന്നതാണ്. കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ സമയമില്ല. ഒരു ഉദാഹരണം, ഒരു ചെറിയൊരു ഉദാഹരണം. നമ്മൾ ലേബറിനെ പറ്റി നമ്മൾ നേരെ സംസാരിച്ചിരുന്നല്ലോ. ലേബർ എന്ന് വെച്ചാൽ എന്തായിരുന്നു വർക്കിംഗ് ക്ലാസ്സിന് സ്ട്രഗിൾ എന്ന് പറയുന്നത്, ലേബറിനെ പറ്റിയുള്ള സ്ട്രഗിൾ എന്തായിരുന്നു? ഒരുപാട് കാലത്തെ സമരങ്ങൾ ചെയ്താണ് നമ്മൾ 8 മണിക്കൂർ
തൊഴിൽ 8 മണിക്കൂർ എന്ന ഒരു നോമാക്കി നമ്മൾ. അത് ആദ്യകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ ഒരുപാട് സമയം 12 മണിക്കൂർ 14 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുമായിരുന്നു. അത് 8 മണിക്കൂർ 3 ഒരു ദിവസത്തെ 3ആയിട്ട് വിഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു വർക്കിംഗ് ക്ലാസ് സെറ്റിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ലേബർ ടൈം, എന്ത് ടൈം, ലെഷർ ടൈം, 8 hours ഓഫ് ലെഷർ ടൈം, 8 hours ഓഫ് സ്ലീപ്പിംഗ്. നമുക്ക് വേറുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന ലേബറിന് ഉപരിയായിട്ടുള്ള 24 മണിക്കൂർ നമ്മൾ 3ആയിട്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്നൊരു ജോലി 8 മണിക്കൂർ നമ്മൾക്ക് അത് നമ്മൾ ടി വി കാണും, ചിലപ്പോൾ പോയിട്ട് സിനിമ കാണും, ലെഷർ ടൈമാണ്. പിന്നെ നമ്മൾ സ്ലീപ്പ് ചെയ്യും, 8 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഒരു ഡിവിഷൻ. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ് സ്ട്രഗിളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇത് 8 മണിക്കൂർ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വന്നൊരു ഓർഡറല്ല. അത് പല ആൾക്കാരും കാലങ്ങളായിട്ട് സ്ട്രൈക്ക് ചെയ്തൊക്കെ വരുന്ന ലേബർ യൂണിയനിൽ കൂടെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് വരുന്നൊരു ഇൻഡസ്ട്രിയൽ ഓർഡറിൽ വരുന്നൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടൈമിനെ നമ്മൾ വേറൊരു ഇതിൽ ഹോമോജനൈസ് ചെയ്യുകയും ടൈമിനെ എങ്ങനെയാണ് നമ്മൾ മെഷറബിളാക്കുകയും ഈ നമ്മളുടെ അധ്വാനത്തിൽ തന്നെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ടൈമിന് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും. ടൈം അല്ലെങ്കിൽ ടൈമും സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ കൺസ്ട്രക്ട് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള ഓണ്ടോളജിയൊന്നുമില്ല ടൈമിന്. ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാൽ. സ്പേസിന് നമ്മൾ കോർഡിനേറ്റ് മാത്രമാണ് നമുക്കുള്ളത്. ആ കോർഡിനേറ്റിലൂടെയാണ് നമ്മൾ ഒരു ഒന്നിനെ സ്പേസായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ടൈം ഒരു കോർഡിനേറ്റ് മാത്രമാണ്. അത് മെക്കാനിക്കൽ കോർഡിനേറ്റ് ആകാം, പലതരത്തിലും. നേരത്തേക്കാണ് ആൾക്കാർ ടൈമിനെ വേറൊരു ഇതിലാണ് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ആ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഓണ്ടോളജിക്കൽ നീഡ്സിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു മനസ്സ് വെച്ചിട്ട് ഈ ഒരു സാധനം മനസ്സ് വെച്ചിട്ട് നമ്മൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടത് അത് വിശദമാക്കാൻ നോക്കാം. അത് മനസ്സിലാവാൻ കറക്റ്റാവുന്നറിയില്ല. എന്നുവെച്ചാൽ ലാൻഡ് ലൈൻ, നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ലാൻഡ് ലൈൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ലാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫോണ് ലാൻഡ് ലൈൻ എന്ന് പറയില്ലേ, അതായത് നമുക്കൊരു ഇപ്പോൾ പഴയ BSNL ഒക്കെ ആദ്യം ഇപ്പോൾ BSNL ആണ്, അതിന് മുമ്പൊക്കെ ഉള്ള ലാൻഡ് ലൈനാണ്. നമ്മുടെ വീട്ടിലൊരു ഫോണുണ്ട്. അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്കത് എടുക്കാം, അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു സംഭവമാണ്. ഈ ലാൻഡ് ലൈനിൽ നിന്ന് നമ്മൾ മൊബൈലിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവം? ലാൻഡ് ലൈനിൻ്റെ ഒരു സംഭവിച്ചാൽ നമ്മൾ എവിടെ ഉണ്ട്, എവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ അയാളെ വിളിച്ചാൽ അയാൾക്ക് പറയാം, അയാൾ ഫോൺ എടുക്കാതിരിക്കാം, പറയാം ഞാനിവിടെ എടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ വർക്കിനെ പറ്റി തന്നെയുള്ള ഇമാജിനേഷൻ, വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഫാക്ടറിയിൽ 8 മണിക്ക് വർക്ക് ചെയ്ത് അതിന് ശേഷമുള്ള നമ്മളുടെ സമയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ നമ്മളുടെ ചോയ്സാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മളുടെ ഒരു പ്രോസ്തറ്റിക്കൽ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ബോഡിയുടെ തന്നെ അനുബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയെന്നോ അതൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഈ ഫോണെന്ന് പറയുന്നത് ഈ ലാൻഡ് ലൈനിൽ നിന്ന് മൊബൈലിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ലേബറിനെ പറ്റിയുള്ള നമ്മളുടെ ഒരു ന്യൂസായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഇമെയിലുണ്ട്, അത് നമുക്ക് അഡ്രസ്സ് ചെയ്യണം, ഇത് അഡ്രസ്സ് ചെയ്യണം, പല അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ടെമ്പറൽ ഡിവിഷനെ, അപ്പോൾ നമ്മളെ വേറൊരു ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോണിനെ പറ്റി ഏറ്റവും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ടെക്സ്റ്റ് വായിച്ചുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. കാരണം ഈ അഗമിൻ്റെ ഭയങ്കര പറയാനത് ഗുഡ് യൂസ് ബാഡ് യൂസ് പ്രശ്നമല്ല. കാരണം
പ്രൈമറി ആയിട്ടുള്ള ഈ ടെക്നോളജിയുടെ ഒരു 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 ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ ലേബർ ഫോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ കണക്റ്റഡാന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആൾ പറയും നമ്മൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലാന്നുണ്ടെന്നെങ്കിൽ എനിക്ക് ലേബർ ഓപ്പർച്യൂണിറ്റി കുറയും. ഇപ്പോഴല്ല, കുറച്ചൊരു 10 വർഷം മുമ്പ് വരെയൊക്കെ ഒരു തീരെ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു സൂപ്പർവൈസർ വിളിച്ചിട്ട് എനിക്ക് ജോലിയുണ്ടെന്ന് പറയും. നമുക്ക് ആ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. നമ്മളുടെ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന ആ കണക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ നമ്മളുടെ ഈ പറയുന്ന ഈ ലേബർ ടൈമെന്നും നമ്മൾ ലെഷർ ടൈമെന്നും നമ്മളുടെ സ്ലീപ്പിംഗ് ടൈം എന്നൊക്കെ പറയുന്ന ആ സമയങ്ങളെല്ലാം തന്നെ വേറൊരു ഇതിൽ ഇൻ്റർമിങ്കിൾ ചെയ്യും. നമ്മൾ എവിടെയാണ് നമ്മളുടെ ലേബർ അവസാനിക്കുന്നത്, എവിടെയാണ് നമ്മൾ അപ്പോൾ ഈ ടെക്നോളജിയുടെ ഇപ്പോൾ ഈ ടെക്നോളജി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഡെവലപ്മെൻറ്റാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം. അത് പക്ഷേ ഇത് പ്രൊഡ്യൂസ് എങ്ങനെയാണ് നമ്മളുടെ തന്നെ ജീവിതാവസ്ഥകൾ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ. ഇപ്പോൾ നമ്മളൊരു ഫോൺ വന്നാൽ ഇപ്പോൾ പൊതുവിൽ നമ്മളിപ്പോൾ ഒരു 4-5 പേരുണ്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ എടുക്കും. അത് നമ്മളെ മുമ്പിലുള്ളൊക്കെ സംസാരിച്ചിരിക്കുന്ന ആ സംസാരത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ എടുക്കും. കാരണം അതിൻ്റെ അർജൻസി എന്താണെന്ന് അറിയാൻ പാടില്ലെന്നോ. അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ ഞാനൊക്കെ കൊള്ളയൊക്കെ പിടിക്കുന്ന സമയത്ത് വെച്ചാൽ ഞാനൊക്കെ ഒരു മാസത്തിലോ 1 മാസം 2 വട്ടമൊക്കെയാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ എൻ്റെ അമ്മക്ക് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വിളിച്ചില്ലല്ലോ, ഇന്നലെ വിളിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കണക്റ്റിവിറ്റി ഉള്ളപ്പോൾ തന്നെ അതെങ്ങനെയാണ് വേറൊരു ഇതിൽ സോഷ്യൽ വാല്യൂസിനെ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. അത് വേറൊരു നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വേറൊരു അപ്പാരറ്റസ് തിയറിലൂടെ ആലോചിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മളെവിടെയാണ് ഇപ്പോൾ സ്ത്രീകൾക്കത് കുറേ കൂടെ ഈ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കത് കുറേ കൂടെ മനസ്സിലാക്കണം. സ്ത്രീകളുടെ കാരണം ഇത് പലപ്പോഴും നമ്മൾ ഒരു സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയിലുള്ള ആങ്സൈറ്റിയിൽ നിന്ന് പ്രത്യേക രീതിയിലുള്ള എന്താണ് സംഭവിക്കുന്നതൊക്കെയുള്ള. കാരണം ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അത് കണ്ടീഷൻ ചെയ്യിക്കുകയാണ്. നമ്മളെ തന്നെ ആ സമയത്ത് എത്തിയില്ല, നമ്മൾ വൈകി. അത് ഞാനൊരു വേർഡ് നേരത്തെ ഉപയോഗിച്ചിരുന്നത് പറയും ട്രാൻസ് കോഡിങ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസ് കോഡിങ് ആദ്യത്തെ 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ എങ്ങനെയാണ് നമ്മുടെ സെക്യൂരിറ്റി കൺസേൺ നമ്മളുടെ അപ്പോൾ അമ്മ വിളിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നത് വെച്ചാൽ അവർ മോശം ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ വിളിക്കുന്നതല്ല. ഇത് വിളിക്കുന്നതിൻ്റെ ആ ടെക്നോളജി പോസിബിൾ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ആക്സസബിലിറ്റി നമ്മൾ പറയുന്ന സാധനം തന്നെ എങ്ങനെയാണ് നമുക്ക് കുറേ കൂടെ ആക്സസ് കൊണ്ട് നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് വിളിക്കാമെന്ന് പറയുന്ന സംഭവം തന്നെ എങ്ങനെയാണ് വേറൊരു രീതിയിൽ നമ്മളുടെ ഒരു സർവൈലൻസ് ആയിട്ട് അത് മാറുന്നത്. അത് സ്റ്റേറ്റിൻ്റെ സർവൈലൻസ് ഉണ്ട്. ഇപ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് ട്രേസാണ്. നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുമല്ലോ. കാരണം ഈ ക്രൈം സംഭവങ്ങളിൽ എങ്ങനെയാണ് അവർ ട്രേസ് ചെയ്യുന്നത് കാണും. പക്ഷേ അതൊരു എക്സെപ്ഷനാണ്. അത് ആ സമയത്ത് അവർക്ക് പോലീസിന് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആരൊക്കെയാണ് ആ ഒരു ഏരിയയിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു പ്രൂഫ് പ്രൊഡ്യൂസ് ചെയ്യുക, എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവമാണ്. പക്ഷേ അതൊരു എക്സെപ്ഷൻ സിറ്റുവേഷനാണ്. പക്ഷേ ഇതൊരു നോമാണ്. ഇത് ഫങ്ഷൻ ചെയ്തെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മൾ എല്ലാത്തിനും കണക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കണക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളുടെ അത് വരുന്നത് വെച്ചാൽ അത് ട്രാൻസ്ലേറ്റ് വരുന്നത് വെച്ചാൽ പലപ്പോഴും കൺസേണോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ ഒക്കെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അമ്മമാരെപ്പോഴും നമ്മളെപ്പറ്റി ഒരുപാട് വറി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറയുമ്പോൾ തന്നെ
അത് റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുക നാച്ചുറലൈസ് ചെയ്യുന്നൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈലൻസിൻ്റെ വാല്യൂ ആണ്. അത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്കണോമിയാണ് അതിൻ്റെ പറയുമ്പോൾ. അപ്പോൾ മൊബൈൽ ഫോൺ ഗുഡ് യൂസ് ബാഡ് യൂസ്, മൊബൈൽ ഫോണിൻ്റെ ഇൻവെൻഷൻ എല്ലാ ടെക്നോളജികളും, മൊബൈലോ ടെലിഗ്രാമോ ഏത് ടെക്നോളജി നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ, എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മിലിറ്ററിസ്റ്റിക് യൂസിനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാ ടെക്നോളജി. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ പറഞ്ഞാൽ നേരത്തെ അതൊരു മിലിറ്ററി യൂസ് ആയിരിക്കുന്നത് അതിന് സിവിലിയൻ യൂസ് ആക്കി മാറ്റുന്നതാണ്. അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് പറയുന്നത്, ടെലിഫോൺ എന്ന് പറയുന്നതൊക്കെ മിലിറ്ററി എങ്ങനെയാണ് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ഒരു വാറിൻ്റെ ജൈവം എന്ന് പറഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. ഒരു മെസ്സേജ് നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മളൊരു വിക്ടറി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അത് മനുഷ്യരുടെ വേഗതയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആദ്യം ഹോഴ്സിൽ കയറി നമ്മൾ പോകുന്നു. കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റസ്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമുക്ക് മോഴ്സ് കോഡ് ഉണ്ടാക്കുന്നു. നമ്മൾ ഒരു കോഡിലൂടെ നമ്മൾക്ക് കുറേ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കാൻ. ഈ എല്ലാ ടെക്നോളജിയും വരുന്നത് അതിൻ്റെ ഇമാജിനേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇമാജിനേഷനിൽ വരുന്ന അതിനെപ്പറ്റി നമ്മൾ സിവിലിയൻ ന്യൂസിലേക്ക് പിന്നെ കൊണ്ടുവരുന്നതാണ്. നമ്മൾ സിവിലിയൻ ഈ മിലിറ്ററി യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സെപ്ഷണൽ, അതൊരു മിലിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോൺഫ്ലിക്റ്റിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റിൽ അത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ ഐഡിയോളജിക്കൽ പ്രോബ്ലം ഞാൻ പറയുന്നത്. അതിൻ്റെ ഏത് മിലിറ്ററി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എത്ര സ്വിഫ്റ്റായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മളുടെ ഇപ്പം അതൊരു എക്സെപ്ഷണൽ സംഭവമല്ല, അത് നമ്മളുടെ ഒരു നോമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം എക്കണോമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചില്ലേ, എങ്ങനെയാണ് ആ ഒരു പുതിയ ഒരു സ്പെക്കുലേറ്റീവ് ക്യാപിറ്റൽ എന്നോ പ്ലാറ്റ്ഫോം എക്കണോമി എന്നോ ഇമ്മറ്റീരിയൽ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മളെ റീഡീഫൈൻ ചെയ്യുന്നത്, നമ്മളുടെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് റീഡീഫൈൻ ചെയ്യുന്നത്. അതാണ് ഈ ഒരു എസ്സേയുടെ പ്രധാനപ്പെട്ടൊരു സംഭവം. അപ്പോൾ ഈ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറയും നമ്മളെ ഇന്നുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാനേജറിയൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഇത് മാനേജ്മെൻറ്റാണ്. അല്ലെങ്കിൽ അത് ഇപ്പോൾ സർവീസ് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് എങ്ങനെയാണത് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നോളജി അതിലൂടെ ഇപ്പോൾ നമ്മളത് നമ്മളത് അങ്ങനെ കോൺഷ്യസായിട്ട് ആലോചിക്കുന്നില്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ടെക്നോളജിക്കൽ ഒബ്ജക്റ്റ്, ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മളാരാണ്, നമ്മളെന്താണ് ചെയ്യുന്നത് എന്ന് അത് നമ്മൾക്ക് ഒരു ഇതിൽ വായിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ ലിബറേറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് കുറേ കൂടെ അക്സസ് ഉണ്ടാക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ തന്നെ അതേ സമയം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് അത് നമ്മളെ കണ്ടെയ്ൻ ചെയ്യാനും നമ്മളെ ട്രേസബിൾ ആക്കാനും മാനേജബിൾ ആക്കാനും നമ്മളെ ആ ഒരു അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെൻഷൻസിനെല്ലാം തന്നെ അതിനെ ഇപ്പോൾ അകമ്പനെ കാണുമ്പോൾ അങ്ങനെ ഈ ഇൻവെൻഷൻ എല്ലാം തന്നെ ആ രീതിയിൽ ഒരു ഗവേണബിൾ എങ്ങനെ സൊസൈറ്റിയെ കൂടുതൽ ഗവേൺ ചെയ്യാന്നുള്ളതാണ് എത്രയും എഫക്റ്റീവായിട്ട്. എന്നുവെച്ചാൽ അത് നേരത്തെ പറഞ്ഞ പോലെ ടു നോ ബെറ്റർ, നമ്മൾ ഒരാളെ കൂടുതൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ മനസ്സിലാക്കുക. നോളജ് എന്ന് പറഞ്ഞാൽ ലിബറേറ്റിംഗ് അല്ല, നോളജിന് കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതുകൂടിയാണ്. ഇപ്പോൾ അതിൽ നമുക്ക് ടു നോ ബെറ്റർ ആക്ച്വലി മീൻ ടു കൺട്രോൾ മോർ എഫക്റ്റീവ്ലി. ഈ നോളജിനെ തന്നെ ആ രീതിയിൽ നമ്മളുടെ നമ്മൾ പൊതുവിൽ പറയുന്ന നോളജിനെ തന്നെ വേറൊരു രീതിയിൽ അത് വളരെ മൈക്രോ ലെവലിൽ തന്നെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, എങ്ങനെയാണ് ഗവേൺ ചെയ്യുക, എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ
ഒരു എക്കണോമിക് യൂണിവേഴ്സിലേക്ക് ഒരു നമ്മളുടെ എക്സിസ്റ്റൻസിനെ ചുരുക്കുക, നമ്മൾ ഒരു മാനേജീരിയലായിട്ട് നമ്മളുടെ ലൈഫിനെ ചുരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ അപ്പാരറ്റസുകളും അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഈ നമ്മൾ വാങ്ങിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അതിന് വേറൊരു റിയലുണ്ട്, വേറൊരു ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷന് നമ്മൾ അപ്പം അതിൻ്റെ ആ പാരഡൈസിൻ്റെ ആ ഫങ്ഷന് നമ്മൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഈ മൊബൈൽ ഫോൺ വെച്ച് നമുക്ക് നല്ല യൂസ് ഉണ്ട് മോശം യൂസ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള അതിൻ്റെ ആ സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഫോണിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് തുറന്ന് അതിന് ലെറ്റർ റെക്കോർഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക്കായിട്ട് നമുക്ക് ഇത് ഓരോ സംഭവങ്ങളും ഇപ്പം നമ്മൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ തുറക്കുക, എല്ലാം ചെയ്യുന്ന വെച്ചാൽ വേറൊരു രീതിയിലുള്ള ഒരുതരം ബയോപൊളിറ്റിക്കൽ ഓർഡറിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നൊരു സമയം ബയോപൊളിറ്റിക്കൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബയോപൊളിറ്റിക്കൽ കേട്ടിട്ടുണ്ടോ? ബയോപൊളിറ്റിക്സ് എന്ന് പറയില്ല, ബയോപൊളിറ്റിക്സ് മാനേജറിയൽ പൊളിറ്റിക്സാണ്. ഒരുതരം ഒരു ഗവൺമെൻറ്റാലിറ്റിയാണ്. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മനുഷ്യരെന്നേക്കാളുപരിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പോപ്പുലേഷനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ പല രീതിയിൽ പലതരം കാറ്റഗറീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളിപ്പോൾ ഗവൺമെൻറ് പലതരം സ്കീം അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കുക, എന്തായാലും ഈ ബയോപൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഒരു ബനാലായിട്ടുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ, ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ അറിയില്ല, ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് പറയുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബാറിൽ ഉച്ചക്ക് ഫ്രീ ഭക്ഷണം കൊടുക്കുക. എന്നുവെച്ചാൽ പൊതുവിൽ ഈ വർക്കിംഗ് ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു ലേബർ ലൈഫിനെ എങ്ങനെയാണ് അതിന് മിനിമം സബ്സ്റ്റൻസിലേക്ക്, ഒരു എസെൻഷ്യൽ സബ്സ്റ്റൻസിലേക്ക് ലേബർ ലൈഫിനെ ചുരുക്കുക. അവർ കുടിക്കാൻ വന്നില്ലെങ്കിൽ കാശുമില്ല. അപ്പോൾ അത് ഈ ബയോപൊളിറ്റിക്കൽ ഓർഡർ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ ഉള്ളൊരു ഗവൺമെൻറ്റൽ ലോജിക്കിന് പുറത്ത് വന്നിട്ട് നമ്മൾ വേറൊരു രീതിയിൽ ഒരു ബയോപൊളിറ്റിക്കൽ ഓർഡറിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് ഈ മോഡേൺ അപ്പാരറ്റസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾക്കിതിനെ ഗവേൺ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മൾക്കിതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനകത്ത് ജൂറിഡിക്കലും ടെക്നോളജിക്കലും ആന്ത്രോപോളജിക്കലായിട്ടുള്ള എല്ലാ മീനിങ്ങുകളും ഒരുമിച്ച് വന്നിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ചാൽ, അടുത്തിടയ്ക്ക് വായിച്ചാണ്. കാരണം ഈ ഒരു ലീഗൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അപ്പോൾ ഒരാൾ ഒരു അമേരിക്കയിലൊരു ഒരു സ്മോൾ സ്കെയിൽ ഹൗസ് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനത്തിന് ഒരാൾ എന്നിട്ട് എനിക്ക് 1000 യൂണിറ്റ് ഇത് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ 1000 യൂണിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമ്മതിച്ചു, എഗ്രി ചെയ്തു. അങ്ങനെ പോയതിനു ശേഷം പുള്ളി അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് പോലെ ആക്കിയിട്ട് ഈ ആൾക്ക് അയച്ചു. അപ്പോൾ ഇയാളിങ്ങനെ തുറക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം, അപ്പോൾ അയാൾ ഒരു തമ്പ് ഇംപ്രഷൻ അതിലിട്ടു. വായിച്ചു നോക്കില്ല, അതിട്ടു. അപ്പോൾ ആ തമ്പ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഐ എഗ്രി എന്നിട്ട് വായിക്കുന്നത്. അപ്പോൾ കോർട്ടിൽ പോകുന്ന സമയത്ത് പക്ഷേ ഇയാൾ ഈ പറയുന്ന 1000 യൂണിറ്റ് സംഭവം ഇയാൾ കൊടുക്കുന്നില്ല. കാരണം അയാളത് വായിച്ചു പോലും നോക്കിയിട്ടില്ല. ആ ഒരു ഡിസ്കഷൻ ഉണ്ടായി. പക്ഷേ ഒരു ഡോക്യുമെൻ്റ് വന്നു. ആ ഡോക്യുമെൻ്റ് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തമ്പ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ആ ഇംപ്രഷനായിട്ട് ലീഗലായിട്ട് വായിക്കുന്നത് വെച്ചാൽ നമ്മൾ ഐ എഗ്രി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഗൽ ഇംപ്രഷൻ
നമ്മൾ ലീഗൽ എങ്ങനെയാണ് നമ്മൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നത് തന്നെ മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്, എങ്ങനെയാണ് നമ്മൾ ലീഗാലിറ്റി, നേരത്തെ നമ്മൾ സൈൻ ചെയ്തിൽ നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുമ്പോൾ മാത്രമേ തന്നെ അമേരിക്കൻ കോർട്ട് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ട് ആക്ച്വലായിട്ട് ലോസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു തമ്പ് കൊടുക്കുന്ന സമയത്ത്, കാരണം നിങ്ങൾ സപ്ലൈ ചെയ്തില്ല എന്നുകൊണ്ട് നിങ്ങൾ ആക്ച്വലി ലോസ് ഉള്ളതുകൊണ്ട് ആ ലോസിന് നിങ്ങൾ ലയബിളാണ്. നിങ്ങൾ ആ തമ്പ് ഇംപ്രഷൻ കാണിച്ചുകൊണ്ട് ഒരാൾക്ക് മെറ്റീരിയൽ ലോസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ലയബിലിറ്റി നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഇത് നമുക്ക് തമാശയായിട്ട് നമുക്ക് തോന്നാം. കാരണം നമ്മൾ ഒരാൾ വായിക്കാതെ ചുമ്മാ ഒരു ഇമോജി ഇട്ടതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതെങ്ങനെയാണ് അത് നമ്മളുടെ ലീഗൽ ഇമാജിനേഷനെയോ എന്താണ് ലയബിലിറ്റി എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അഫക്റ്റീവ്ലി എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. സമയത്രേ ചെറിയ ബ്രേക്ക് എടുക്കാം, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഉച്ചക്ക് ഊണിനുള്ള ബ്രേക്കല്ല, ഒരു ചെറിയൊരു 10 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അത് പറയാം കേട്ടോ, ഫോക്കാട്ട് സംബന്ധം നമ്മൾ പറയാം, തിരിച്ചു വരാം.
Clear. Okay, 5. I think that even on the basis of this brief exposition, somebody read? Page number 11. I think that even on the basis of this brief exposition, we can now account for the centrality and importance of the function that the notion of oikonomia performed in Christian theology. Already in Clement of Alexandria, oikonomia merges with the notion of providence and begins to indicate the redemptive governance of the world and human history. Now, what is the translation of this fundamental Greek term in the writings of the Latin fathers? Disposition. The Latin terms disposition, from which the French term dispositif or apparatus comes therefore to take on the complex semantic sphere of the theological oikonomia. The dispositive about which Foucault speak are somehow linked to this theological legacy. They can be in some way traced back to the fracture that divide and divides and at the same time articulates in God being and praxis. God being and praxis. Being and praxis. The nature of essence on the one hand and the operation thought
operation through which he through which he administration and governs administers and governs the created world. On the other, the term apparatus designates that in which and through which on realize a pure activity of governs devoid of any foundation in being. This is the reason why apparatus must always imply a process of subjectification, that is to say, they must produce their subject. അതൊന്ന് മനസ്സിലായോ? സബ്ജക്റ്റിഫിക്കേഷൻ മനസ്സിലായോ? എന്താണ് സബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സംസാരിച്ചു പോകാം, ഞാനിങ്ങനെ ലെക്ചർ എടുക്കുന്നില്ല. ഇപ്പോൾ സബ്ജക്റ്റ് നമ്മൾ ഇന്നലെ പിന്നെ ജസ്റ്റ് പറഞ്ഞിരുന്നില്ല. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബീയിങ്ങും സബ്ജക്റ്റും തമ്മിലുള്ള സബ്ജക്റ്റ് ഓഫ് സബ്ജക്റ്റ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് സബ്ജക്റ്റിഫിക്കേഷൻ. The apparatus produces the subject. നമ്മളാണ് അപ്പാരറ്റസ് ഉണ്ടാക്കുമെങ്കിൽ പോലും അപ്പാരറ്റസാണ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ട്രെയിനിന് ഇൻവെൻഷന് മുന്നേ നമുക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞൊരു നോഷൻ ഉണ്ടായിരുന്നില്ല. ഉദാഹരണം ജസ്റ്റ് പറയുന്നത്, ആക്സിഡൻ്റ് നമ്മൾ പറയുന്നില്ലേ? ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ആരാണ്, നമ്മൾ ട്രെയിനിൽ ആരാണ് നമ്മൾ ഓടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമുക്ക് അവിടെ നമ്മൾ ഒരു ബുള്ളക്കാട്ടിൽ പോകുമ്പോഴും നമ്മളുടെ ബോഡി ആ യാത്രയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഈ മോഡേൺ ടെക്നോളജിക്കൽ സംഭവത്തിൽ നമ്മളൊരിക്കലും അതിൻ്റെ പാട്ടടൽ നമ്മൾ കാണുന്നത്, അതിൽ കയറി പോവുകയാണ്. അത് എങ്ങനെയാണത് മൂവ് ചെയ്യുന്നു, ആ ഒരു മൊത്തം ഏരിയയെ നമ്മൾക്ക് അക്സസിബിൾ അല്ല. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്ന നോഷൻ ഉണ്ടാകുന്നത്. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു കാര്യം. അതിനുമുമ്പ് ആക്സിഡൻ്റ് ഇല്ല എന്നല്ല പറയുന്നത്. നമ്മളുടെ ഇപ്പോഴുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? നമ്മൾ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അത് ഒരു അപ്പാരറ്റസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നൊരു നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബോധമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിഫിക്കേഷൻ പ്രോസസ്സാണത്. അടുത്ത പാരഗ്രാഫ് അയച്ച്. In light of the theological genealogy, the Foucauldian apparatus acquire an even more pregnant and decisive significance since they intersect not only with the context of what young Hegel called positivity, but also with what the later Heidegger called Gestalt, which is similar from an etymological point of view of dispositio ponere, just as the German correspond to the Latin ponere. When Heidegger in Die Technik and Die Kere, the question concerning technology, writes that Gestalt means in ordinary usage an apparatus, but that he intends by this term the gathering together of installation that installs man. This is to say, challenges him to expose the real in the mode of ordering. The proximity of this term to the theological dispositio as well as to Foucault's apparatuses is evident. What is common to all these terms is that they
refer back to this oikonomia, that is to set of practices, bodies of knowledge, measures and institutions that aim to manage, govern, control and orient in a way that purports to be useful the behaviors, gestures and thoughts of human being. ഈ ഇവിടെ സന്തോഷം ഒരു നല്ലൊരു ഇത് പറഞ്ഞത് പരിപാലനം, ദൈവത്തിൻ്റെ പരിപാലനം ആണ്, പരിപാലിക്കുകയാണ്. പരിപാലിക്കുന്നതിന് അത് ആ ഒരു വേർഡിൻ്റെ ഒരു സംഭവിച്ചാൽ അത് പൊതുവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നമ്മൾ അതിന് പരിപാലനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഒരു ഇടയൻ എങ്ങനെയാണ് ഒരു ഫ്ലോക്കിനെ എങ്ങനെയാണ് നയിക്കുന്നത്, ഒരു പാസ്റ്ററൽ ഇമാജിനേഷനാണ്. എങ്ങനെയാണ് അപ്പോൾ എന്താണ് ഈ പാസ്റ്ററൽ ഇമാജിനേഷനുള്ള ഏറ്റവും വലിയൊരു എത്തിക്കലായിട്ടുള്ള ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആടുകളെയും നമ്മൾ നോക്കുകയും അതേസമയം ഓരോ ആടിനെയും നോക്കുക, രണ്ടുമുണ്ട്. കൂട്ടത്തിൽ ഒരു ആട് പോവുക എന്ന് പറയുന്നത് ഒരു ഇടയൻ്റെ കഴിവില്ലായ്മയാണ്. അപ്പോൾ നമ്മളെല്ലാ ആടിനും ഒരു ഫ്ലോക്കായിട്ട് കാണണമെങ്കിൽ അതേസമയം തന്നെ അതിനെല്ലാത്തിനും തന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അത് പാസ്റ്റൽ ഇമാജിനേഷനിൽ വരുന്ന ഒരു കൊണണ്ട്രമാണത് നമുക്ക്. അപ്പോൾ ഇതിലുള്ള ഒരു ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കും, ഒരാടിൻ്റെ നോക്കാൻ വേണ്ടി നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാത്തിനെയും നമുക്ക് ഉപേക്ഷിക്കാവോ? ഒരാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 ആടുകളെ നമ്മൾ അബാൻഡൻ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഒരു ക്വാണ്ടിറ്റി പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഒരേ സമയം എങ്ങനെയാണ് ഒരു എക്കണോമിയ വരുന്നത്, അതിൽ നിന്ന് വരുന്നൊരു കൺസെപ്റ്റാണ്. എങ്ങനെയാണ് ഇൻഡിവിജ്വലായിട്ടും അതേസമയം തന്നെ കളക്റ്റീവായിട്ട് നമ്മൾക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് മോഡേൺ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്? മോഡേൺ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ ദ കോമൺസ് എന്ന് പറയും നമ്മൾ. ഒരു ഗവൺമെൻറ്റിന് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മളുടെ വീടുകളുണ്ട്, നമ്മൾ ഓൺ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പണ്ടും ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് ലോകത്ത്. പക്ഷേ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു നോഷൻ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പ്രോപ്പർട്ടി എന്ന നോഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് നോഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ലോകത്തെ നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഡ്വെല്ല് ചെയ്യുന്നതിന് പകരമായിട്ട് ലോകത്തെ ഓൺ ചെയ്യുന്ന നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വാല്യൂ ആണ്. അത് എക്സ്ചേഞ്ചബിൾ വാല്യൂ ആണ്. അതിന് വിലയുണ്ട്, നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്ത് വിലയുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു പ്രത്യേക ഒരു ലാൻഡിന് നമ്മൾ ലീഗൽ മീൻസിലൂടെ നമ്മൾ ഓൺ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ മോഡേൺ ലോയിൽ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഓണർഷിപ്പ് ഉണ്ട്. ഓണർഷിപ്പ് വരുന്നത് പ്രോപ്പർട്ടി എല്ലാം വരുന്നത് അതിൽ നിന്നാണ്. കാരണം അതിൽ നമ്മളുടെ അവകാശമുണ്ട്, നമ്മളത് ലീഗലായിട്ട് നമുക്കത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും, അത് വിൽക്കാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നുള്ളൊരു സംഭവം. ഈ മോഡേൺ ഗവേണൻസ് അപ്പോൾ ഈ ഫെൻസിങ് എങ്ങനെയാണ് ആളുകൾ ഈ നോഷം മാറുമ്പോൾ ഈ എപ്പിസ്റ്റമിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഇത് നമ്മുടെ ലാൻഡ്, നമ്മുടെ ടെറിട്ടറി, അപ്പോൾ അത് ഫെൻസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പം നേരത്തെ നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഈ ഒരു മതിലൊരു വേലി എന്നുള്ള വ്യത്യാസം ഉണ്ടല്ലോ. വേലിക്ക് എപ്പോഴൊരു വേലിക്ക് തന്നെ വരുന്നത് വളരെ അടുത്ത് വരുന്നൊരു കാര്യമാണ്. കാരണം അത് എങ്കിലും ഒരു ടെമ്പറലാണത്. അത് വേലി നമ്മൾ ഓരോ സമയം നമ്മൾ അത് പുതുക്കിക്കൊണ്ടിരിക്കും. പക്ഷേ മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി സെൻസിൽ വരുമ്പോഴാണ് അത് വേലി മതിലാകുന്നത്. കാരണം വേലി അല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേലി. അപ്പോൾ ഈ വേലി കെട്ടുന്നതിലൂടെയാണ് ആദ്യമായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ് കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്?
ദ കോമൺസ് എന്താണ് അതിനാര് മാനേജ് ചെയ്യും? അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ചില നമുക്ക് ലോ ഉണ്ട്. ഈ പ്രോപ്പർട്ടി ചിലപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ലോ എന്നാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ള് മാറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പിടിക്കാം, അല്ല നമ്മൾ മയക്കുമരുന്ന് പറ്റാൻ ഗവൺമെൻറ് പിടിക്കാം. ആ പ്രോപ്പർട്ടിയുടെ ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ട്. അത് നമ്മൾ ഓണർഷിപ്പ് ആയിരിക്കെ തന്നെ അതിൻ്റെ അകത്ത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാതെ ഗവൺമെൻറ്റിന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളിന്ന് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുകൊണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഒരു പ്രത്യേക വേറെ തരത്തിലുള്ളൊരു ഓണർഷിപ്പ് കൺസെപ്റ്റാണ്. അതിനു മുന്നേ ആളുകൾ ഇപ്പോൾ പശുവിനെ മേക്കാൻ വിടുന്ന സ്ഥലങ്ങൾ, ഫോറസ്റ്റ്, സീ, മലകൾ, ഇതൊക്കെ ആരുടെ പ്രോപ്പർട്ടിയാണ്? അപ്പോൾ അത് വരുന്നത് തിയോളജിക്കലായിട്ടുള്ളൊരു ഒരു ഡിബേറ്റാണ് ഇത് വരുത്തുന്നത്. എന്ന് വെച്ചാൽ അതിനാരാണ് മാനേജ് ചെയ്യുന്നത്, ആരാണ് അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഗവൺമെൻറ് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കോമണിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കടലും വനങ്ങളും ഒക്കെ വെച്ചാൽ അതൊരു കോമൺ പ്രോപ്പർട്ടിയാണ്. ഒരു കോമൺ അത് സ്റ്റേറ്റഡ് ഓണർ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആണല്ലോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് മാറിയും മറിഞ്ഞും വരും, പക്ഷെ അതൊരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ്. അപ്പം ഈ പറയുന്ന എല്ലാവരും ഓണർഷിപ്പ് ചെയ്യുന്ന കളക്റ്റീവ് ഓണർഷിപ്പുള്ള ഇതിനെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അതിൻ്റെ ഒപ്പം തന്നെ രണ്ടുമുണ്ട്. അതാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു എല്ലാവരും ഓണർഷിപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇപ്പോൾ ദൈവത്തിൻ്റെ അങ്ങനത്തെ ഒരു പറയുന്നുണ്ടെങ്കിൽ അത് ദൈവം മനുഷ്യന് നൽകിയ വരദാനമാണ് പ്രകൃതി. ആ പ്രകൃതിയെ നമ്മൾ പ്രോപ്പർട്ടിയാക്കി മാറ്റുമ്പോൾ തന്നെ ഈ പ്രകൃതിയുടെ നമ്മൾ പ്രോപ്പർട്ടി ആക്കാത്തുള്ള ഇടങ്ങളെ എങ്ങനെയാണ് ഗവേൺ ചെയ്യുക, എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അവിടെ നിന്നാണ് ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് മോഡേൺ ഗവേണിംഗ് സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആളുകളെ എല്ലാ സ്ഥലങ്ങളും കെട്ടിയടച്ചു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ള ലാൻഡ് ഇല്ല. ഇപ്പോൾ ദ കോമൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത് അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ലാൻഡിനെ എങ്ങനെ ഗവേൺ ചെയ്യുക? അപ്പോൾ രണ്ടിനെയും എങ്ങനെയാണ് ഒരേ സമയം ഗവേൺ ചെയ്യുക? ഇതാണ് ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫിയറൊക്കെ നമ്മൾ ഉച്ച കഴിഞ്ഞ് സംബന്ധിച്ച് നോക്കാം. കാരണം നമ്മൾ ഒരുപാട് ഡെൻസായി പോകുന്നുണ്ട് പറയുമ്പോഴേ. കാരണം ഇത് ഒരുപാട് അൺപാക്ക് ചെയ്യേണ്ട ചില ഏരിയകളാണ്. നമ്മളിത് ഇങ്ങനെ സമയക്കുറവുകൊണ്ട് നമ്മൾ ഒരുപാട് കാലം പറയാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഡെൻസാകും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുള്ളതാണ്. എല്ലാവരുടേതുമാണത്. അത് നമ്മളുടെ ഒറ്റക്കുള്ള നമ്മളുടെ പ്രോപ്പർട്ടിയല്ല. എല്ലാവരും ഉപയോഗിക്കുന്ന, കടകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മലകളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താഴ്വാരങ്ങൾ, ഈ നമ്മുടെ പബ്ലിക് സ്പിയർ എന്നൊക്കെ പിന്നെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതൊരു ഷെയർഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഷെയർ ചെയ്യാൻ വിസമ്മതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളുടെ വീട്ടിൽ കയറരുത്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കയറരുത്, അവിടെ നടക്കരുതെന്ന് പറയും. മറ്റൊന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ഉള്ള, എല്ലാവർക്കും നടക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. രണ്ട് തരത്തിലുള്ള ആ പ്രോപ്പർട്ടി എല്ലാവരും ഷെയർ ചെയ്യുന്ന ദ കോമൺസ് എന്ന് പറയുന്നത്, അതിനെ മാനേജ് ചെയ്യുകയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ. ഗവൺമെൻറ്റിന് ബാക്കിയുള്ള പ്രോപ്പർട്ടിയിൽ ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്താൽ നമ്മളെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്താൽ മാത്രമാണ് ഗവൺമെൻറ്റിന് അതിൽ ഫങ്ഷനുള്ളത്. നമ്മളെ വീട്ടിൽ വേറെ എന്തെങ്കിലും ലീഗലി പെർമിസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രമാണുള്ളത്. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടിയെയും ഗവേൺ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന വെച്ചാൽ ആളുകൾ വേലുകെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്. ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോഷൻ നമ്മളുടെ സ്ഥലം എന്ന് പറയാം. അതിനു മുമ്പ് ആളുകൾ ഓണർഷിപ്പ് ഇല്ല എന്നുള്ള പറയുന്നത്. അത് പ്രോപ്പർട്ടി ആയിരുന്നില്ല. ലാൻഡ് അങ്ങനെ ട്രാൻസാക്റ്റബിൾ ആയിരുന്നില്ല. രണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ
ഫ്യൂഡലിസത്തിലൊക്കെ എന്ന് വെച്ചാൽ ലാൻഡ് ഒരുപാട് ആൾക്കാർ ഓൺ ചെയ്യുകയും അതൊരു നോഷണൽ ഓണർഷിപ്പാണ്. അത് ഒരു എന്താ പറയുക, ഒരു കിങ് എനിക്കത് ഈ ഒരു രാജാവ് തന്നതാണിത്, അല്ലെങ്കിൽ എൻ്റെ ജന്മാവകാശമാണത് എന്നൊക്കെ പറയുന്നില്ല, ലീഗൽ പ്രോപ്പർട്ടി ആയിരുന്നില്ല. അപ്പോൾ ഈ കോമൺ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ഷെയർഡ് ആയിട്ടുള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവർക്കും അവകാശമുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കോമൺ എന്ന് പറഞ്ഞാൽ. എന്താ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിൻ്റെ ഭയങ്കര ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമാണ് ഷെയർ എന്ന് പറഞ്ഞാൽ. ഷെയർ ചെയ്യുന്നതിൽ രണ്ട് കോൺട്രാക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഷെയറിങ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടാകുന്നത്. ഒരു സാധനത്തെ നമ്മൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിഭജിക്കുക എന്നുള്ളതാണ്, അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ 5 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ബ്രെഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതേസമയം തന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ബ്രെഡ് 5 പേർക്കായിട്ട് വിഭജിക്കുമ്പോൾ ആ ഷെയർ ചെയ്യപ്പെട്ട ആൾക്കാരൊരു യൂണിറ്റിയായി മാറുകയും ചെയ്യണം. അപ്പം അതിൽ ഡിവിഷനും ഉണ്ട്, അതിൽ യൂണിറ്റി ഉണ്ട്. ശരിയല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ എക്കണോമിക് ടൈംസിൽ ആലോചിച്ചാൽ പോലും ഷെയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാൽ ഒരേ സമയം തന്നെ വിഭജിക്കുകയും ഡിവൈഡ് ചെയ്യുകയും അതേസമയം തന്നെ ആക്ട് ഓഫ് ഷെയറിങ്ങിൽ ഒരു യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഷെയറിങ്ങിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഈ ഷെയറിങ്ങിൽ തന്നെ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇപ്പം നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രോപ്പർട്ടിയുടെ ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടെറിട്ടറിയാണ് അതിൻ്റെ ഇമാജിനേഷൻ. നമ്മുടെ ടെറിട്ടറിയാണ്, നമ്മളുടെ സ്ഥലമാണിത്. അപ്പോൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഓണർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ പുറത്തായിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇമെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോസ്റ്റ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എങ്ങനെയാണ് കോമൺ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഷെയറിങ് ആണ്. അതിൽ നമ്മളിപ്പോൾ എത്ര പേര് ഷെയർ ചെയ്തു, നമ്മൾ നമ്മൾ ഇട്ടൊരു പോസ്റ്റ് എത്ര പേര് അതിൽ ലൈക്ക് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാ ഈ അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി എത്ര പേര് അത് റെഫർ ചെയ്തു. അതിൻ്റെ ലോജിക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ലിമിറ്റിംഗ് ലോജിക്കല്ല. ഈ പുതിയ കോമൺ എന്ന് നമ്മൾ പറയുന്നത്, പുതിയ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു കോമണാണ്. പഴയ കോമൺ എന്ന് പറഞ്ഞാൽ വേറൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോഴത്തെ കോമൺ എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആൾക്കാർ അക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പണ്ട് വെച്ചാൽ നമ്മുടെ കാറ് നമ്മളവിടെ കൊടുക്കില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ ഓണർഷിപ്പ് വരുന്നത്. ഇപ്പോൾ എത്ര പേര് ഇത് യൂസ് ചെയ്തു, എത്ര പേര് ഇത് ഷെയർ ചെയ്തു എന്നതിലാണ് ഒരു ഓണർഷിപ്പ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ നിയോ ലിബറൽ എന്നോ നമ്മളുടെ ഈ പുതിയ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നൊരു ഓപ്പറേഷൻ ലോജിക്ക് ഡിഫറെൻ്റ് ആണ്. കാരണം ഈ പ്രൊഡക്ഷൻ കോമൺ അത് ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, ഈ വേറെ തരം പ്രൊഡക്ഷൻ കൂടിയാണ്. കോമണ് പണ്ടത്തെ ക്വസ്റ്റൻ നമ്മൾ എങ്ങനെയാണ് ഈ കോമൺ റിസോഴ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊറ്റ ക്വസ്റ്റ്യൻ മാത്രമല്ല. ഇപ്പോൾ ട്രാൻസ്ഫെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെൻസിബിൾ എന്ന് പറയുന്നത് ഡിവൈഡ് അല്ലെങ്കിൽ ആ ഡിവൈഡ് പ്രൊഡ്യൂസിന് യൂണിറ്റിനൊക്കെ വരുന്നത് വെച്ചാൽ ആ ഒരു ഇപ്പം നമ്മൾ പക്ഷേ കോമൺ എന്ന് പറഞ്ഞാൽ കോമണിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒരേ സമയം നമുക്ക് ആലോചിക്കേണ്ടി വരും. നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, കാരണം അതേസമയം നമ്മൾ കോമൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ ഇത് വേറൊരു ഒരു ഡൈനാമിക്സ് ആണിത്. നമ്മളിപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ
ഈ ഷെയറിങ് എക്കണോമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈക്കിൻ്റെ എക്കണോമി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു എപ്പിസ്റ്റമിക് ഷിഫ്റ്റ് ഉണ്ടായെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ജീവിക്കുന്ന സമയത്തൊരു എപ്പിസ്റ്റമിക് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഈ ഈ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കോമണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതേ സമയത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര പേര് അക്സസബിൾ ആകുന്നുള്ളതാണ്, എത്ര പേർക്കത് നമുക്ക് കൊടുക്കാം, എത്ര പേർ റെഫർ ചെയ്യുന്നുണ്ട്, എത്ര പേർ ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേർ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലോജിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നേരത്തെ വെച്ചാൽ അങ്ങനെയല്ല. നേരത്തെ ലോജിക്ക് എന്ന് വെച്ചാൽ എത്ര ഇനക്സസിബിലിറ്റി ആണ് അതിൻ്റെ ലോജിക്ക്. നേരത്തെ ലോജിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര അക്സസിബിൾ ആണെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ ഇനക്സസിബിലിറ്റി നമ്മൾ വേറെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് കാണേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറേ കൂടെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അൺകവർ ചെയ്യേണ്ടതുണ്ട് നമ്മളെ കോംപ്ലക്സിറ്റി. ഓക്കെ, കണ്ടിന്യൂ റീഡിങ്. അടുത്ത കൊടുക്കും. One of the methodological principles that I constantly follow in my investigations is to identify in the text and context on which I work what Feuerbach used to call the philosophical element. That is to say, the point of their literally capacity to be developed. The locus and the moment wherein they are susceptible to a development. Nevertheless, whenever we interpret and develop the text of an author in this way, there comes a moment when we are aware of our inability to proceed any further without contravening the most elementary rules of ഹെർമോന്യൂട്ടിക്സ്. മനസ്സിലായോ? ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ ഇപ്പോൾ ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു 4 ടൈംസ് അങ്ങനെ ഇത് മനസ്സിലാക്കണപ്പോൾ നല്ലതായിരിക്കും. വായിച്ച് നോക്കണം നിങ്ങൾ പോയിട്ട്. നമ്മൾ പറയുന്ന പോലെയല്ല. കാരണം ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയുള്ള എന്താണ്, നമ്മളുടെ ഓണ്ടിക്, നമ്മളുടെ ഇതിൽ എസൻസ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ ഹ്യൂമൺനെസ് ഓഫ് ദ ഹ്യൂമൻസ്, അല്ലെങ്കിൽ അതാണൊരു ഒരു 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 ക്വസ്റ്റ്യൻ. നമുക്കെപ്പോഴും നമ്മളെവിടെ നിന്ന് വന്നു, നമ്മൾ ആരാണ്, എന്താണ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് ഓണ്ടോളജി നമ്മൾ പറയുന്നത്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോളജ്, ഈ നോളജ് എന്ന് പറയുന്നത് എങ്ങനെ അണ്ടർസ്റ്റാൻഡ്, നമ്മൾ എങ്ങനെയാണ് നോളജിനെ പറ്റി എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്, ടു നോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ എപ്പിസ്റ്റമോളജി വരുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ഹെർമോന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ലോകത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ മീനിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹെർമോന്യൂട്ടിക്സ് വരുന്ന പലപ്പോഴും ഹെർമോന്യൂട്ടിക്സ് ആണ് മോഡേൺ ഫിലോസഫിയുടെ ഏറ്റവും മോഡേൺ എക്സിസ്റ്റൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു സയൻസ് എന്ന് പറയാം. എങ്ങനെയാണ്, അപ്പോൾ അതൊരു ഹെർമോന്യൂട്ടിക്സ് പലതരത്തിലുള്ള ഇൻ്റർപ്രിറ്റേറ്റീവ് പോസിബിലിറ്റികൾ, അതിൻ്റെ മെത്തഡോളജികൾ, എങ്ങനെയാണ് നമുക്കൊരു കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഹെർമോന്യൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിശാലമായിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ്. അങ്ങനെയാണ് ഹെർമനോട്ടിക്സിലൂടെയാണ് പലപ്പോഴും നമ്മൾ ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനം എന്നാണ് എൻ്റെ മലയാളത്തിൽ പറയുന്ന അത് വ്യാഖ്യാന ശാസ്ത്രമാണ്. വ്യാഖ്യാനത്തിൻ്റെ അതിൻ്റെ മെത്തേഡിനെ പറ്റിയും അതെങ്ങനെയാണ് പല ഇപ്പോൾ മാർക്സിസ്റ്റ് ഹെർമനോട്ടിക്സ് ഉണ്ട്, ഫോർമലിസ്റ്റ് ഹെർമനോട്ടിക്സ് ഉണ്ട്. ഓരോ ഏത് വ്യാഖ്യാന ശാസ്ത്രത്തിനനുസൃതമായിട്ടാണോ നമ്മളൊരു കാര്യത്തെ കാണുന്നത്, അതിനനുസരിച്ച് നമ്മൾ ലോകത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ലോകത്തെ വെളിവാക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മളുടെ ആ ഒരു പ്രത്യേക സിസ്റ്റത്തിൻ്റെ അകത്തുകൂടെയാണ് നമ്മളൊരു കാര്യത്തെ കാണുന്നത്.
അപ്പോൾ ഹെർമോനോട്ടിക്സ് വരുന്നത് ആ വേർഡിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, കണ്ടിന്യൂ. ആ ആ ആ ഇരിക്കുന്നതാണ്. ആ This means that the development of the test in question has reached a point of undecidability where it becomes impossible to distinguish between the author and the interpreter. Although this is a particularly happy moment for the interpreter, he knows that it is now time to abandon the test that he is analyzing and to proceed on his own. I invite you, ഡെത്ത് ഓഫ് ദ ഓതർ എന്നൊക്കെ പറഞ്ഞോ. ഡെത്ത് ഓഫ് ദ ഓതർ, ബർത്ത് ഓഫ് ദ റീഡർ. അപ്പോൾ ഓതറാണോ മീനിങ്, വായിക്കുന്നതാണോ മീനിങ്, ഇൻ്റർപ്രിട്ടേഷനിലൂടെ മീനിങ് വരുന്നത്, കോണ്ടക്സ്റ്റിലാണോ മീനിങ്, ബർത്ത് ഓഫ് ദ റീഡർ ആൻഡ് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇത് ഒറിജിനൽ മീനിങ് ആണോ ഇൻ്റർപ്രിറ്റഡ് മീനിങ് ആണോ, ഇൻറ്റൻസ്ഡ് മീനിങ് ആണോ ഇൻ്റർപ്രിറ്റഡ് മീനിങ് ആണോ? ഇതാണൊരു ക്വസ്റ്റ്യൻ. മനസ്സിലാൽ മതി. അപ്പോൾ പോട്ടെ. I invite you, therefore, to abandon the contest of Foucauldian philosophy in which we have moved up to now in order to situate apparatus in a new context. I wish to propose to you nothing less than a general and massive partitioning of beginnings into two large beings into two large groups or classes. On the one hand, living beings or substances. ഓണ്ടോളജിയാണ്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് എന്താണ്? നമ്മളുടെ സബ്സ്റ്റൻസ് എന്താണ്? ഹ്യൂമൺനെസ് ഓഫ് ദ ഹ്യൂമൻ എന്താണ്? സബ്സ്റ്റൻസസ് ഉണ്ടോ? നമ്മൾ ഒരു എന്താണ്? സ്ത്രീയുടെ സബ്സ്റ്റൻസ് എന്താണ്? പുരുഷൻ്റെ സബ്സ്റ്റൻസ് എന്താണ്? സബ്സ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ. ലിവിങ് ബീയിങ്സ് ആൻഡ് ഓൺ ദ അതർ apparatuses in which living beings are increasingly captured, incessantly captured. On one side, then, to return to the terminology of the theologians, lies the ontology of creatures, and on the other side, the oikoumia of apparatus that seek to govern and guide them towards the good. രണ്ടാക്കി. ഇപ്പോൾ ഒന്ന് ലിവിങ് ബീയിങ്ങും പിന്നെ അപ്പാരറ്റസ്. സോ ഓണ്ടോളജി ഒരിടത്ത്, അപ്പാരറ്റസ് വേറൊരിടത്ത്. എക്കണോമിയ, പോസിറ്റിവിറ്റി, ഡിസ്പോസിറ്റീവ്, അപ്പാരറ്റസ് on the other side. Yeah, good. Further expanding the already large class of Foucauldian apparatus, I shall call an apparatus literally anything that has in some way the capacity to capture, orient, determine, intercept, model, control, or secure the gestures, behaviors, opinions, or discourses of living beings. Not only, therefore, prisons, madhouses, the panopticon, schools, confession, factories, disciplines, judicial measures, and so forth. Whose connection with power is in a certain sense evident. But also the pen, writing, literature, philosophy, agriculture, cigarettes, navigation, computers, cellular telephones, and why not, language itself, which is perhaps the most ancient of apparatus, one in which thousands and thousands of years ago a primate inadvertently let himself to capture, probably without realizing the consequences that he was about to face.
ക്ലിയർ അല്ലേ അത്? വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത്. രണ്ട് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ അപ്പാരറ്റസ് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഫുക്കോഡിയൻ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പ്രിസൺ മാഡ് എങ്ങനെയാണ് അത് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്, ക്രിമിനലിനെ പ്രിസണിലേക്ക്, മാഡ്മാൻ അസൈലത്തിലേക്ക്, അങ്ങനെ ആ ഒരു അപ്പാരറ്റസ് ഉണ്ട്. പനോപ്റ്റിക്കോൺ എന്നാണ് ഈ ഇപ്പോൾ ഫുക്ക പറയുന്നൊരു പനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞൊരു ഒരു ആർക്കിടെക്ചറൽ മോഡലാണ്. എന്നുവെച്ചാൽ ഒരു മോളിൽ നിന്ന് എല്ലാത്തിനെയും നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. വെച്ചാൽ ഇങ്ങനെ അതിന് നിഷാദേ പറയുന്നുണ്ടോ നീ? ഈ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എന്നുവെച്ചാൽ പനോപ്റ്റിക്കോൺ എന്ന് വെച്ചാൽ ഒരു ആർക്കിടെക്ചറൽ മോഡലാണ്. ആരാണ് ഉണ്ടാക്കി? ബെന്ധാം എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് അത് ആദ്യമായിട്ട് അത് ഡിസൈൻ ചെയ്യുന്നത്. അത് ഒറിജിനലായിട്ട് തന്നെ പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഒരു ആർക്കിടെക്ചറാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു മോഡല്. അപ്പോൾ ഇപ്പോൾ പ്രസന്റ് സിസ്റ്റവും എഡ്യൂക്കേഷൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സാധനം ഒരു പനോപ്റ്റിക്കോണാണ്. വെച്ചാൽ അവിടെ വന്നിട്ട് നമ്മൾക്ക് ഇത്ര ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവസാനം വരെ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഒരു പനോപ്റ്റിക്കോണാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ ഒരു പോലീസുകാരനും എല്ലാവരെയും കാണാൻ പറ്റും. ഒരു ഫാക്ടറിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ സ്റ്റേഡിയം, ഫാക്ടറി, അതെല്ലാം ഒരു സൂപ്പർവൈസർക്ക് എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പോൾ ഒരു പനോപ്റ്റിക്കോണിൻ്റെ ഒറിജിനൽ മോഡലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ആരാണ് ഒബ്സർവ് ചെയ്യുക? അതൊരു പൊസിഷണൽ ഡിഫറൻസാണ്. നമ്മൾ ബെഞ്ചമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കണില്ലേ, ഒരു പൊസിഷണൽ ഡിഫറൻസാണ്. അത് ആർക്കും ഒക്യുപ്പൈ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പോലീസുകാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത് ഓണ്ടോളജിക്കായിട്ടുള്ളൊരു പൊസിഷൻ സംഭവമല്ല. അത് ആരാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് അവർക്ക്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ നമ്മളെ കാണാം, അവർക്ക് കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സെൽഫ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് നമ്മളെന്താണ് ചെയ്യുന്നത് കാണാം, സൂപ്പർവൈസർക്ക് കാണാം എന്നുള്ളത് കൊണ്ട് നമ്മളുടെ തന്നെ ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്. പനോപ്റ്റിക്കോണിൻ്റെ മോഡൽ അതാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. അപ്പോൾ അത് അവർ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആക്ച്വൽ ആരെങ്കിലും അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ ആ ഇൻവിസിബിലിറ്റിയാണ് അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കാണാൻ പറ്റാത്തതാണ് അതിൻ്റെ പവർ നമുക്ക്. അതാരും ഒക്യുപ്പൈ ചെയ്യാം. അതൊരു പൊസിഷണലായിട്ടുള്ളൊരു ഒബ്സർവേറ്ററി കപ്പാസിറ്റിയാണ്. അത് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആരാണെന്നുണ്ടെങ്കിലും സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കാണാമെന്നുള്ള ഒരു പ്രശ്നം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രശ്നത്തിലൊരു 1000 ആൾക്കാരുള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു 10 ജയിലേഴ്സിന് 1000 ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അണ്ടർ ഒബ്സർവേഷൻ ആണെന്നുള്ള, എല്ലാവരെയും വ്യൂ ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൽ മോഡലാണ്. ഇങ്ങനത്തെ ഒരു ടവർ പോലത്തെ ആർക്കിടെക്ചറൽ മോഡലാണ്. അതിൻ്റെ മുകളിൽ നിന്നിട്ട് എല്ലാ ഒരു അകത്തുള്ള എല്ലാവരെയും ഇപ്പോൾ സർവൈലൻസ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോഴത്തെ അത് ഒരു പഴയ ഒരു മോഡേണിസ്റ്റ് മോഡലാണെങ്കിൽ ടുഡേ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സർവൈലൻസ് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ AI ക്യാമറ എന്നിപ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനം നമ്മൾ അതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യും. ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമ്മൾ വേറൊരു ഇതിൽ നമ്മൾ ബിഹേവ് ചെയ്യും. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും, അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ധരിക്കും, അല്ലെങ്കിൽ അവിടെ നമ്മൾ പുകവലിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ ഇത് വേറൊരു തരത്തിലുള്ളൊരു ഒരു സിസ്റ്റമാണ്. നമ്മൾ ഈ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുമാണ്. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫോൺ ഒരു സമയത്ത് നമ്മൾ എനേബിൾഡ് ആയിരിക്കെ തന്നെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒബ്സർവേറ്ററി പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഒരു ഡിജിറ്റൽ ടെക്നോളജി നോക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് നമ്മൾക്ക് ട്രാക്ക് ചെയ്യാം. ടവർ ലൊക്കേഷൻ നോക്കി ട്രാക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ, അവസാനം കാണും ഇങ്ങനെ എവിടെ നിന്നാണ്. അപ്പോൾ ഇതൊരു വേറെ തരത്തിലുള്ളൊരു ഒബ്സർവേറ്ററി പവറാണ്. ഒരു നമ്മളെ ആരും ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ
പ്രത്യേക രീതിയിൽ നമ്മളുടെ ബിഹേവിയറൽ കണ്ടീഷൻ ഉണ്ടാവും. നമ്മൾ എങ്ങനെ എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വേറൊരു തരത്തിലൊരു പവറിൻ്റെ വേറൊരു തരത്തിലൊരു ഓപ്പറേഷണാലിറ്റിയാണത്. അതെങ്ങനെയാണ് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. കണ്ടിന്യൂ ബൈ പനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതൊരു ആർക്കിടെക്ചറൽ മോഡലാണ്. എല്ലാം കാണാൻ പറ്റുന്ന, എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അത് ഒരു ആർക്കിടെക്ചറൽ ഇമാജിനേഷനാണ്. പക്ഷേ ഈ മോഡേൺ സൊസൈറ്റിയുടെ മൊത്തം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമാജിനേഷനിൽ നിന്നാണ്. ഒരു ടവറിൽ നിന്നിട്ട് എല്ലാവരെയും വീക്ഷിക്കാൻ പറ്റുന്ന, എല്ലാ ആൾക്കാരെയും കാണാൻ പറ്റുന്നൊരു ഒരു പൊസിഷൻ. മനസ്സിലായില്ലേ? അത് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അത് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതാണ് ഈ അങ്ങനെ അപ്പാരറ്റസുകൾ നമുക്ക്. പക്ഷേ ഈ ഇപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, വേറെ എന്തൊക്കെ പറഞ്ഞ പെന്ന് മുതൽ സിഗരറ്റ് മുതൽ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എല്ലാ ഒബ്ജക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ഒരു അപ്പാരറ്റസ് ആണ് എന്നാണ്. പോട്ടെ, കണ്ടിന്യൂ. സമയമില്ലാതുകൊണ്ടല്ല തെറി പിടിക്കണം. ആയിക്കേ. ക്യാപ്ചറിങ് ആണ്. കാരണം ഈ മെമ്മറി ഒബ്ജക്റ്റ് നമ്മൾ പറയുന്നത് ഇതെല്ലാം ക്യാപ്ചറിങ് ആണ്. ഈ അപ്പാരറ്റസ് എന്നാൽ ക്യാപ്ചറിങ് ആണ് നമ്മൾ. കണ്ടിന്യൂ. To recapitulate, we have then two great classes, living beings or substances and apparatuses. And between these two, as a third class subjects, I call a subject that which results from the relation and, so to speak, from the relentless fight between living beings and apparatuses. Naturally, the substances and the subject, as in ancient metaphysics, seem to overlap, but not completely. In this sense, for example, the same individual, the same substance can be the place of multiple processes of subjectification. The user of cellular phones, the web surfer, the writer of stories, the tango aficionado, the anti-globalization activist, and so on and so forth. The boundless growth of apertures in our times corresponds to the equally extreme proliferation in the process of subjectification. This may produce the impression that in our time, the category of subjectivity is wavering and losing its consistency. But what is at stake, to be precise, is not an eraser or an overcoming, but rather a dissemination that pushes to the extreme the masquerade that has always accompanied every personal identity. Next one. It would probably not be wrong to define the extreme phase of capitalist development in which we live as a massive accumulations and proliferations of apparatus. It is clear that ever since Homo sapiens first appeared, there have been apparatus, but we could say that today there is not even a single instant in which the life of individuals is not modeled, contaminated or controlled by some apparatus. In what way then we can confirm these situations? What strategy must we follow in our everyday hand-to-hand struggle with apparatus? What we are looking for... Hand-to-hand struggle with apparatus. Question. Yeah. What we are looking for is neither simply to destroy them or, as some naively suggest us, to use them in correctly way. Okay. What we are looking
4 is neither simply to destroy the apparatuses, nor, as some people say, that we can use this apparatus in a positive or a correct way. That either destroy it or use them in a better way. It is not that simple. Yeah. Good. Somebody else. Next one. For example, I live in Italy, a country where the gestures and behaviors of individuals have been reshaped from top to toe by the cellular telephone, which the Italians dubbed the telefonino. I have developed an implacable hatred for this apparatus, which has made the relationship between people all the more abstract. Although I found myself more than once wondering how to destroy or deactivate those telephony, as well as how to eliminate or at least to punish the imprison those who do not stop using them, I do not believe that this is the right solution to the problem. The fact is that according to all indications, apparatuses are not a mere accident in which humans are caught by chance, but rather are rooted in the very process of humanization that made humans out of the animals we classify under the rubric Homo sapiens. In fact, the event that has produced the human constitutes for the living being something like a division which reproduces in some way the division that the iconomia introduced in God between being and action. This division separates the living being from itself and from its immediate relationship with its environment, that is, with what Jacob von Uexküll and then Heidegger named the circle of receptors, disinhibitors. The break or interruption of this relationship produces in living beings both boredom, that is, the capacity to suspend this immediate relationship with their disinhibitors, and the open, which is the possibility of knowing being such as being as such. Open is the possibility of knowing being as such by constructing a world. But along with these possibilities, we must also immediately consider the apparatuses that crowd the open with instruments, objects, gadgets, odds and ends, and various technologies here. Through these apparatuses, man attempts to nullify the animalistic behaviors that are now separated from him and to enjoy the open as such, to enjoy being insofar as it is being. At the root of each apparatus lies an all too human desire for happiness. The capture and subjectification of this desire in a separate sphere constitutes the specific power of the apparatus. Nice. It's very clear, no? This is now it's more and more self-explanatory. No? Like ഒരു മണിയായോ? സോറി, ഒരു മണിയായി. കണ്ടിന്യൂ, നമുക്ക് ഇത് വായിച്ചു തീർക്കാം. നമുക്ക് എന്തായാലും സമയം എടുത്താലും കുഴപ്പമില്ല. എന്തൊക്കെയാ വരുന്നില്ലേ വായിക്കുമ്പോൾ?